കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കലാലയങ്ങളിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഹല്ലേലൂയ ഭാവി ഞങ്ങൾ ഹല്ലേലൂയ മീഡിയകൾ മുഖാന്തരം കർത്താവെ ഞങ്ങളുടെ കാതുകളിൽ കേൾക്കുന്നു. ഹല്ലേലൂയ. സ്വർഗമേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ബലമുള്ള കരങ്ങളിലേക്ക് കർത്താവെ ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ഞങ്ങളുടെ ചെറുപ്പക്കാരെ ഞങ്ങളുടെ യൗവനക്കാരെ ഏൽപ്പിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. അപ്രകാരമുള്ള അക്രമങ്ങൾ അനീതികൾ കർത്താവെ ദേശത്ത് നടക്കാതെ വണ്ണം ഹല്ലേലൂയ അങ്ങ് സൂക്ഷിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ജനങ്ങളുടെ ഹൃദയങ്ങളിലൂടെ കർത്താവെ അങ്ങ് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദേശത്ത് കർത്താവെ അക്രമങ്ങൾ അനീതികൾ നടന്നുകൊണ്ടേയിരിക്കുകയാണല്ലോ. ഹല്ലേലൂയ. സ്വർഗ്ഗമേ കണ്ടുവാൻ ഹല്ലേലൂയ ദൈവ സ്നേഹം മനസ്സിലാക്കുവാൻ ജീവിതങ്ങളെ ഹൃദയങ്ങളെ കർത്താവെ അങ്ങ് തുറക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ ഞങ്ങളുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞങ്ങളുടെ ദേശത്ത് ഹല്ലേലൂയ മഹാമാരി ഹല്ലേലൂയ കോവിഡിൻ്റെതായ പ്രയാസത്താൽ ഒമിക്രോണിൻ്റെതായ പ്രയാസത്താൽ ജീവിതങ്ങൾ ഭാരപ്പെടുന്നല്ലോ. ഹല്ലേലൂയ അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ ദേശത്ത് നീ മഹാമാരി നീങ്ങിപ്പോകുവാൻ ഹല്ലേലൂയ സ്വർഗ്ഗമേ അങ്ങ് കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവനെന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയുന്നു. അവൻ നിന്റെ വേട്ടക്കാരന്റെ കണിയിൽ നിന്ന് നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കുമെന്ന് കർത്താവേ ഹല്ലേലൂയ ഞങ്ങളുടെ വചനത്തുള്ളതിനായി അങ്ങ് സ്തുതിക്കുന്നു. താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഹല്ലേലൂയ യേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ താവേ ഹല്ലേലൂയ ദേശത്ത് നടമാടുന്ന ഈ മഹാമാരിയിൽ നിന്ന് തന്റെ ജനത്തെ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ഞങ്ങളുടെ ദാസൻ പറഞ്ഞതായ പെട്ടെന്നുള്ളതായ ഒരു വേർപാടിനെ കുറിച്ച് കേൾക്കുവാനിടയായി തീർന്നല്ലോ. ആ ദുഃഖത്തിലും ഭയത്തിലുമായിരിക്കുന്ന ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ കർത്താവേ ഞങ്ങളുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തെ അങ്ങ് ആശ്വസിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദേശത്ത് വലിയൊരു അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ താവേ ഞങ്ങളുടെ ദാസന്മാരാകുന്ന ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ 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 അത്ഭുതം പ്രവർത്തിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തെ ഹല്ലേലൂയ സത്യ ദൈവം ആരെന്ന് മനസ്സിലാക്കുവാൻ ഹല്ലേലൂയ മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ സ്വർഗം കൃപ ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹല്ലേലൂയ. താവേ ലീഡ് ചെയ്യുന്ന കർത്താവദാസനെയും കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസനായിരിക്കുന്ന ഇടത്ത് കർത്താവേ ഞങ്ങളുടെ കൃപയ്ക്കുള്ളിൽ സൂക്ഷിക്കണമേ. ശുശ്രൂഷകളെ മാനിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇതിൽ കർത്താവേ ഞങ്ങളുടെ സന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഒരു പ്രാവശ്യം കൂടെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗമേ വിഷയത്തിന്മേലങ്ങ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ താഴ്ത്തപേക്ഷിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കുമാറാകണമേ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമുക്ക് ഈ സൂമിൽ മീറ്റിങ്ങിൽ വരുന്ന എല്ലാ കർത്തൃദാസന്മാരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. വിവിധ വിഷയങ്ങളാൽ ഭാരപ്പെടുന്ന ദൈവദാസന്മാരെ എല്ലാ കർത്താവ് വളരെ ശക്തിയോടെ സഹായിക്കേണ്ടതിനായി അധികാരത്തോടെ അഭിഷേകത്തോടെ ആത്മാവിൻ്റെ നിറവിൽ അവർ ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ അവരുടെ ഭൗതിക വിഷയങ്ങളുടെ മേലൊക്കെ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്ത് അവരെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. അവരുടെ തലമുറകൾക്കായി പ്രാർത്ഥിക്കാം. സ്തോത്രം സ്തോത്രം. അവർ ദൈവവചനത്തിൻ്റെ പരിധിയിൽ വളർന്നു വരുവാൻ ഇടയാകണം. കർത്താവ് സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യുക. ദൈവദാസന്മാരെയും അവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ദൈവമക്കളെ അവരുടെ കുടുംബങ്ങളെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന് മഹത്വം. കർത്താവിൻ്റെ ദാസൻ ലാലു ആർപ്പോൾ പാസ്റ്റർ ഇപ്പോൾ ആമേൻ സ്തോത്രം. കർത്താവിൻ്റെ ദാസന്മാരുടെ കുടുംബങ്ങൾ, കർത്താവിൻ്റെ ദാസന്മാരുടെ ശുശ്രൂഷ, ഹല്ലേലൂയ ദൈവമക്കൾ അവർ ഭാരപ്പെടുന്ന വിഷയങ്ങൾ, അതിൻ്റെ മേലെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണേണ്ടതിന് പൊതുവിൽ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്തദാസൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന അവിടുത്തെ പാദപീഠത്തിൽ ഒരു പ്രാവശ്യം കൂടെ കർത്താവെ പ്രാർത്ഥിപ്പാൻ കർത്താവെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിവരുത്തിയതിനുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ കർത്താവെ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ആമേൻ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങളുടെ മധ്യത്തിൽ ഭാരപ്പെടുന്നു ആമേൻ കർത്താവെ, ആമേൻ പ്രയാസപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവെ വേദനയോടെ ആയിരിക്കുന്ന വിഷയങ്ങളുടെ മേലെല്ലാം ദൈവം ആമേൻ അത്ഭുതങ്ങളെ അതിശയങ്ങളെ പ്രവർത്തിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകളിൽ കർത്താവിൻ്റെ വഴികൾ തുറക്കണമേ. കർത്താവെ ശുശ്രൂഷ മേഖലകളിൽ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന
ആമേൻ. കർത്തദാസന്മാരുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കണമേ. കർത്താവെ, മറ്റു പലവിധ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ആമേൻ. ആരാധന സ്വാതന്ത്ര്യമില്ലാതെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവിന്റെ ആത്മാവിനാൽ നിറയ്ക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസിദാസന്മാരെ ഓർക്കുന്നു, അവരുടെ തലമുറകളെ ഓർക്കുന്നു. കർത്താവെ, സ്തോത്രം. ദൈവപ്രവൃത്തിക്കായി ഒരുക്കണമേ. തലമുറകളെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമേ. കർത്താവിന്റെ വിടുതൽ അനുഭവിപ്പാൻ സ്വർഗം ഇടയാക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസന്മാരെ ഏൽപ്പിക്കുന്നു. കർത്താവെ, ശുശ്രൂഷാ തലങ്ങളിൽ ആമേൻ ഭാരത്തോടെ, വേദനയോടെ, പ്രയാസത്തോടെ, ഞരക്കത്തോടെ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ ഓർക്കുന്നു. ശുശ്രൂഷ വേദികൾ ദൈവം ഒരുക്കണമേ. ആമേൻ. പ്രാർത്ഥനാ കൂട്ടായ്മകൾക്കുള്ള വഴികൾ ദൈവം ഒരുക്കണമേ. ആമേൻ. സഭാ ശുശ്രൂഷയിലായിരിക്കും കർത്താവിന്റെ ദാസന്മാരുണ്ട്. കർത്താവിന്റെ ദാസന്മാരെ സഹായിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സഭാ ശുശ്രൂഷകൾക്ക് വിശാലത ദൈവം വരുത്തണമേ. ആമേൻ. ശുശ്രൂഷ ആമേൻ നിലവാരത്തിന് വ്യത്യാസം വരുവാൻ കർത്താവെ അവിടെ ഇടയാക്കണം. അതിശക്തമായ ദൈവപ്രവൃത്തിക്കായി, ശ്രേഷ്ഠമായ ദൈവപ്രവൃത്തിക്കായി ഒരുക്കണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. നാഥ, ഹല്ലേലൂയ. എല്ലാ കർത്താവിന്റെ ദാസിദാസന്മാരെയും ആമേൻ തലമുറകളെയും പ്രിയപ്പെട്ടവരെയും ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സഹോദരി സഹോദരൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവസന്നിധി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിടുതൽ അയക്കുന്നതിനായി സ്തോത്രം. അതിശയങ്ങളെ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. മുഴുമഹത്വം അവിടുത്തേക്ക് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ വിശ്വാസത്താൽ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കേരളത്തിനായി, ഭാരതത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യൻ മിഷൻ പ്രവർത്തനങ്ങൾക്കായി പ്രാർത്ഥിക്കാം, സ്തോത്രം ചെയ്യാം. സുവിശേഷ വേല നിമിത്തം കഷ്ടത അനുഭവിക്കുന്ന അവിടെയുള്ള ദൈവദാസന്മാർ, ദൈവമക്കൾ കാരാഗ്രഹത്തിലും മറ്റുമായിരിക്കുന്നവരുണ്ട്. കർത്താവരെ വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഭാരതത്തിലെ എല്ലാ പെന്തക്കോസ്ത് സഭകൾക്കായി സ്തോത്രം ചെയ്യാം. IPC, ഷാരോൺ ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, ന്യൂ ഇന്ത്യ ചർച്ച്, സ്തോത്രം. അതുപോലെ സ്വതന്ത്ര സഭകൾ, എല്ലാ സഭകളെയും അതിൻ്റെ ലീഡേഴ്സിനെയും എല്ലാം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പ്രൈസ് ദി ലോർഡ് സന്തോഷ് പാസ്റ്റർ ശബ്ദമുയർത്തി ചുരുക്കമായ വേഗത്തിൽ പ്രാർത്ഥിച്ചാൽ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തോത്രം കർത്താവേ, നന്ദിയോട് തിരുനാമത്തിന് സ്തോത്രം, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായ തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഭാരതത്തിലുള്ള എല്ലാ ഹല്ലേലൂയ പെന്തക്കോസ്ത് സമൂഹങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പെന്തക്കോസ്ത് സമൂഹങ്ങളെയും കർത്താവ് അവരുടെ പ്രവർത്തനങ്ങളെയും സ്വർഗം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ ആ പെന്തക്കോസ്ത് ദൈവസഭയ്ക്കായി, ചർച്ചകോടിന്റെ പ്രവർത്തനങ്ങൾക്കായി, സ്തോത്രം, സ്തോത്രം. പെന്തക്കോസ്തുകൾക്കായി എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരെ, അവിടെ ആയിരിക്കുന്ന സഭാ ശുശ്രൂഷകന്മാരെ, ദൈവജനത്തെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ആത്മാവിന്റെ ഐക്യത്തിൽ ഒരുമിച്ച് ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ സ്വർഗം അങ്ങയുടെ അഭിഷിക്തന്മാരെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വടക്കേന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവത്തിന്റെ ദാസന്മാർക്കായി, കുടുംബങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലങ്ങളുടെ നടുവിൽ കർത്താവേ, ശുശ്രൂഷകന്മാർ വളരെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ദൈവം അവരെ സഹായിക്കണേ. അവരുടെ ഭൗതിക ആവശ്യങ്ങൾ ദൈവം സഹായിക്കണമേ. അവരെ സ്വാതന്ത്ര്യത്തോട് കർത്താവിന്റെ വേല ചെയ്യാൻ ദൈവം അവരെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ പ്രതികൂലങ്ങളെ ദൈവം ശാസിക്കണേ. വർഗീയ ശക്തികളെ ദൈവം ശാസിക്കണമേ. അതിന്റെ മേൽ ഒക്കെ ദൈവത്തിന്റെ നീതി വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യത്തോടെ ദൈവരാജ്യ വ്യാപ്തിക്ക്, ദൈവനാമഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ അഭിഷിക്തന്മാരെയും കുടുംബങ്ങളെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഭൗതിക ആവശ്യങ്ങൾ ദൈവത്തിന്റെ സഹായമയക്കണം. ദൈവമേ, ശക്തമായ ഒരു ദൈവപ്രവൃത്തി ഈ ഭാരതത്തിലും കേരളത്തിലും വെളിപ്പെടുവാൻ, വടക്കേന്ത്യ പ്രദേശങ്ങളിൽ വെളിപ്പെടുവാൻ ഒക്കെ അഭിഷിക്തന്മാരെ ശക്തിയോട് ഉപയോഗിച്ച് ദൈവനാമഹത്വം എടുക്കുവാൻ സ്വർഗമിടയാക്കണം. വലിയ ദൈവമഹത്വം ഭാരത രാജ്യത്തിലും കേരള സംസ്ഥാനത്തിലും വടക്കേന്ത്യയിലും വെളിപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് തിരുമുമ്പാകെ സമർപ്പിച്ച്, അഭിഷിക്തന്മാരെ സമർപ്പിച്ച്, കുടുംബങ്ങളെ സമർപ്പിച്ച്, ശുശ്രൂഷകളെ സമർപ്പിച്ച്, നേതാക്കന്മാരെ സമർപ്പിച്ച്, എല്ലാവരെയും ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നന്മയാ നിരക്കണം. തിരുനാമഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. മുഴുമഹത്വം എടുത്തിട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. തുടർന്ന് സംഗീത ശുശ്രൂഷയ്ക്കായിട്ടുള്ള സമയം നമ്മൾ വേർതിരിക്കുകയാണ്. ഹല്ലേലൂയ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും വഹിച്ചുകൊണ്ട് നമുക്ക് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. ചുരുക്കമായിട്ട് സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ VG ഫിലിപ്പാസ് ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ചാണ്. സ്തോത്രം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, അതുപോലെ എല്ലാ തിങ്കളാഴ്ച വൈകിട്ടും
ദൈവസന്നിധിയിൽ പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് പലരായ ഞങ്ങളുടെ ദൈവസന്നിധിയിൽ കൂടി വന്ന് ഏറെ നാളുകളായി കർത്താവെ ആരംഭിച്ച ഈ പ്രവർത്തനം, ഈ പ്രാർത്ഥനകൾ കർത്താവെ ഇത്രത്തോളം ദൈവം സഹായിച്ചു. ഇന്ന് 2022 കർത്താവെ പുതിയ ദിവസങ്ങളിലും ദൈവം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുക്കി തന്നതിനായി സ്തോത്രം. വിവിധ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാസന്മാരെ സഹായിച്ചു. തുടർന്നുള്ള സംഗീത ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കുന്നു, ദൈവവചന ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കുന്നതിനിടെ ചെയ്യുവാൻ ഞങ്ങളുടെ ദാസനെ ദൈവം ഇത്രത്തോളം ബലപ്പെടുത്തിനായി സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ദൈവജനത്തിനായി, ദൈവദാസന്മാർക്കായി, കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്നെ സകലതും ഭാരമേറ്റ് നടത്തുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഈ രാത്രിയുടെ യാമം സമയങ്ങൾ വേർതിരിച്ച് വിവിധ ഇടങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് തിരുപാദപീഠത്തിലിരിക്കുന്ന നീതിയാക്കി തീർക്കുന്നതിനായി സ്തോത്രം. മുഴുമുഖത്തും അങ്ങേക്ക് പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആണ്. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ശബ്ദം ക്ലിയർ ആണോ? ഈ പ്രെയർ ഗ്രൂപ്പിൽ വീണ്ടും ഞങ്ങൾക്കും പങ്കെടുക്കുവാൻ ദൈവം ഇടയായല്ലോ. എല്ലാ ദൈവദാസന്മാരെയും ദൈവജനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ സ്നേഹിതൻ പാസ്റ്റർ ലാലു ആർപ്പോൾ, പ്രിയ സന്തോഷ് പാസ്റ്ററെ കണ്ടതിൽ സന്തോഷം. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. മറ്റെല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആദ്യത്തെ 1-2 ഗാനങ്ങൾ ഇവിടെ ഞങ്ങളോടൊപ്പമായിരിക്കുന്ന പ്രിയ സണ്ണി ബ്രദർ പാടി നമ്മളെ ആരാധനയിലേക്ക് നയിക്കും. തുടർന്ന് അല്പസമയം കൂടെ ആരാധനയ്ക്കായിട്ട് നമ്മൾ സമയം വേർതിരിക്കുന്നു. പ്രാർത്ഥനാപൂർവം ആയിരിക്കാം. ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Hallelujah. Praise the Lord. Hallelujah. സന്തോഷമുള്ളവർ ചേർന്ന് ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. Hallelujah. ശബ്ദം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രികാലം ഒരുമിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ഒരുക്കിയ ആ മഹാഭാഗ്യത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ആദ്യം തന്നെ ദൈവത്തിന് നന്ദിയെ കരയറ്റുന്നു. നമുക്ക് ഒരുമിച്ച് കൈകോർക്കാൻ പറ്റിയില്ല എങ്കിലും ഈ സൂം മീറ്റിങ്ങിൽ കൂടെ ഒരു ഹൃദയമായി ദൈവത്തോട് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ തന്ന ആ വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൃപയാൽ ഇന്ന് രാത്രികാലം ജോസ് പാസ്റ്ററിനോട്, അതുപോലെ ജയലാൽ പാസ്റ്ററിനോട് ചേർന്ന് ഈ ഡിവൈസിലായിരിക്കുന്ന പാസ്റ്റേഴ്സ്, ഫാമിലി എല്ലാവരോടും ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ കിട്ടിയ ഈ ഭാഗ്യം എൻ്റെ ജീവിതത്തിലും വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഇന്ന് രാത്രി വന്നതുപോലെയല്ല, വലിയവനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഏത് പ്രതിസന്ധിയിലും നമ്മുടെ അരികിൽ വരുവാൻ, കൃപകൾ തരുവാൻ ഇതുപോലെ വേറൊരു ദൈവമില്ല. ഹല്ലേലൂയ. ഞാൻ ഇപ്രകാരം കേട്ടിട്ടുണ്ട്, ഒരു ദൈവദാസൻ തൻ്റെ ഒരു കൺവെൻഷൻ നടക്കുന്ന സ്ഥലത്ത് 3 ദൈവദാസന്മാർ സുവിശേഷ മഹായോഗത്തിൽ പങ്കെടുക്കുന്നു. അവർ ദൈവവചനം പറയുന്നു. നല്ലൊരു സദസ്സിൽ ആദ്യം ഒരു ദൈവദാസൻ വന്ന് പ്രസംഗിച്ചു. അപ്പോൾ ഓഡിയൻസ് എല്ലാവരും എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, വാട്ട് എ മെസ്സേജ്, എത്ര നല്ല മെസ്സേജാണ്. അതിനുശേഷം വേറൊരു ദൈവദാസൻ വന്ന് പ്രസംഗിച്ചു. അപ്പോഴും ഓഡിയൻസ് എല്ലാവരും പറഞ്ഞു, എത്ര അതിമനോഹരമായ പ്രസംഗം. അതിനുശേഷം മൂന്നാമതൊരു ദൈവദാസൻ പ്രസംഗിച്ചു. ഓഡിയൻസ് മുഴുവൻ അല്പനേരം സൈലൻ്റായിട്ട് ഇരുന്നിട്ട് അവർ പറഞ്ഞു ഇപ്രകാരം, എത്ര നല്ല യേശു. ഇന്ന് രാത്രി നമ്മുടെ പാട്ട് എത്രയാണെന്നുള്ളതല്ല, നമ്മുടെ മെസ്സേജ് എത്ര വലിയതാണ് എന്നുള്ളതല്ല, ഇന്ന് രാത്രി എൻ്റെ യേശു എത്ര നല്ലവനാണ്. ഇന്ന് രാത്രി അത് രുചിച്ചറിഞ്ഞവർ ഇന്ന് രാത്രി പ്ലാറ്റ്ഫോമിലുണ്ട്. ചേർന്ന് അരികിൽ വരുവാൻ, കൃപകൾ തരുവാൻ വേറെ ആരുമില്ല ഇതിൽപോൽ. ഹല്ലേലൂയ. അല്പസമയം ചേർന്ന് നമുക്ക് സമർപ്പിക്കാം ദൈവകരങ്ങളിലേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. Glory to God. Hallelujah, hallelujah, hallelujah. ഇത്ര നല്ലവനാ പ്രിയനേ, ഇത്രയിൽ രുചിച്ചറിവാ, ഇത്ര നല്ലവനാ പ്രിയനേ, ഇത്രയിൽ രുചി
ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ, ഇരുൾ തിങ്ങിടും പാതകളിൽ കരൾ വിങ്ങിടും വേളകളിൽ അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോൽ ഒരുവൻ. ചേർന്ന് പാടുമോ? അരികിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോൽ ഒരുവൻ. എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും, എൻ്റെ സങ്കേതവും ബലവും ഏറ്റവും അടുത്ത തുണയും. ഏതൊരാപത്തിലും ഏതു നേരത്തിലും എനിക്കെന്നുമെൻ ദൈവമത്രേ. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. പാട്ടുകാരൻ പാടിയതുപോലെ ഹല്ലേലൂയ. ഏതൊരാപത്തിലും ഏതു നേരത്തിലും ഹല്ലേലൂയ വിളിപ്പുറത്തിറങ്ങി വരുന്ന ഒരു ക്രിസ്തു ഇന്ന് രാത്രിയിലും ഹല്ലേലൂയ നമ്മുടെ ഈ സൂം മീറ്റിങ്ങിലുള്ളതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എല്ലാ ഭാരങ്ങളും ഇന്ന് രാത്രി അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ഹല്ലേലൂയ. ഞാൻ നിന്റെ ഹല്ലേലൂയ പാതയെ ശരിയാക്കാം എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ഹല്ലേലൂയ. വചനം ഇപ്രകാരം പറയുന്നു, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ തൻ്റെ ഭക്തന്മാരോടുള്ള ദയ എത്രയോ വലിയത്. ഇന്ന് രാത്രി ഹല്ലേലൂയ ആരെല്ലാം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി സമർപ്പിക്കുന്നുവോ ദൈവത്തിൻ്റെ വലിയ മഹത്വത്തെ നമുക്ക് കാണുവാൻ പറ്റും. ഹല്ലേലൂയ. അല്പസമയം ചേർന്ന് ഹല്ലേലൂയ ഒരു പാട്ട് ഈരടികളോട് പാടി നമുക്ക് എല്ലാവർക്കും കരങ്ങളെ അടിച്ച് ഹല്ലേലൂയ എൻ്റെ യേശു എനിക്ക് നല്ലവൻ എന്നുള്ള പാട്ട് പാടി നമുക്ക് എല്ലാവർക്കും അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളെ അടിച്ചാട്ടെ. ഹല്ലേലൂയ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ ലോകത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ
അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. കാൽവരി മലമേൽ കയറി മുൾമുടി ശിരസിൽ വഹിച്ചു. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ വേദന സർവവും നീക്കി എന്നിൽ പുതുജീവൻ പകർന്നവനാ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവനാദ്യനുമന്ത്യനുമേ ദിവ്യ തേജത്തിനുറവിടമേ. അവനാദ്യനുമന്ത്യനുമേ ദിവ്യ സ്നേഹത്തിനുറവിടമേ. 10,000 അതിശ്രേഷ്ഠനാവൻ, സ്തുത്യനാം വന്ദ്യനാം നായകൻ. 10,000 അതിശ്രേഷ്ഠനാവൻ, സ്തുത്യനാം വന്ദ്യനാം നായകൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവേ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. എന്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോ, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. എന്റെ യേശു എനിക്കു നല്ലവേ, അവൻ എന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവേ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവേ. മരുഭൂയാത്രാതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. മരുഭൂയാത്രാതികഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം. പകൽ മേഘസ്തംഭം രാത്രിയാക്കി തൂണായി എന്നെ അനുദിനം വഴി നടത്തും. പകൽ മേഘസ്തംഭം രാത്രിയാക്കി തൂണായി എന്നെ അനുദിനം വഴി നടത്തൂ. എന്റെ യേശു എനിക്കു നല്ല, ഹല്ലേലൂയ, അവൻ എന്നുമെന്നും മതിയായവേ. എന്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവേ. ആപത്തിൽ രോഗത്തിൽ വൻപ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ ഹല്ലേലൂയ, ഗ്ലോറി ഗ്ലോറി, ഓ ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു. ചേർത്ത് പാടാമോ? ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോൽ വന്നിടുന്നു എന്റെ തൃക്കരങ്ങളിൽ, കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്റെ തൃക്കരങ്ങളിൽ. അപ്പാ മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ, ദിവ്യഗീതം പോലെ അവന്റെ മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ, അങ്ങയുടെ പോലെ ഇഴയാമെന്നെ. ഓഹോ ആപത്തുവേളകളിൽ ഹല്ലേലൂയ, ആനന്ദവേളകളിൽ അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വെച്ചാശീർവദിക്കണേ. എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വെച്ചാശീർവദിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്തനുഗ്രഹിക്കണേ. അങ്ങയുടെ ആത്മാവിനാലേ അഭിഷേകം ചെയ്തനുഗ്രഹിക്കണേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കഷ്ടതയുടെ കൈപ്പുനീരിൽ മാത്രവും അങ്ങു എൻ കരങ്ങളിൽ കൂടിപ്പാൻ തന്ന. കഷ്ടതയുടെ കൈപ്പുനീരിൻ പാത്രവും അങ്ങ് എൻ കരങ്ങളിൽ കൂടിപ്പാൻ തന്ന. ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ കൃപയിൽ പകരണമേ. ചോദ്യം ചെയ്യാതെ വാങ്ങിപ്പാനം ചെയ്യുവാൻ കൃപയിൽ പകരണമേ. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എൻ യേശുവേ, ഹല്ലേലൂയ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. എന്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. എന്റെ ഹിതം പോലെ നടത്തരുതേ, തിരുഹിതം പോലെ നയിക്കണമേ. ജീവിത പദയിൽ പതറിലതേ സ്വർഗഭവനോളവും. ജീവിത പദയിൽ പതറിലാതെ സ്വർഗഭവനത്തിൽ എത്തുവോളവും. ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. അകലാത്ത എൻ യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു
യേശുവേ അകലാത്ത എൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു അകലാത്ത എൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. കർത്താവിനെ അല്പനിമിഷം സ്തുതിക്കാമോ? ദൈവം നടത്തിയ വഴികൾ, ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ സംഭവങ്ങൾ തന്നെ നോക്കിയാൽ മതി. ദൈവത്തിൽ അത്ഭുതകരമായ അതിശയകരമായ ദൈവം നമ്മെ നടത്തി, നമ്മുടെ പ്രിയപ്പെട്ടവരെ സൂക്ഷിച്ചു. വീണ്ടും കോവിഡിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പല സഹോദരങ്ങളും അതിൻ്റെ പിടിയിലായിരിക്കുകയാണ്. പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഒത്തിരി കടപ്പാടുകളുണ്ട്. ദൈവം ദേശത്തെ നശിപ്പിക്കാതിരിക്കാൻ അതിന് മതിൽ കെട്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് യഹോവയുടെ മുഖം അന്വേഷിക്കുമെങ്കിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് കേട്ട് പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഓരോ കൂടിവരവിലും നമ്മുടെ മനസ്സുകളെ പുതുക്കുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ ലഭിക്കുന്ന അവസരങ്ങൾ അത്രയും. ഇതൊരുക്കത്തിൻ്റെ നാളുകൾ അത്രയും. ഡേയ്സ് ഓഫ് പ്രിപ്പറേഷൻ. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരു വലിയ ആത്മീയ ഉണർവ് ലോകവ്യാപകമായി നടക്കാൻ ഉണ്ട്. അതിനുവേണ്ടി ദൈവം നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. സഭാ സംഘടന വ്യത്യാസമെന്നി കർത്താവ് നമ്മെ അതിനായി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന നാളുകളാണ്. നലിഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും എല്ലാം മധ്യത്തിൽ ആ കർത്താവിലുള്ള പൂർണ്ണ ആശ്രയമാണ് നമുക്ക് വേണ്ടത്. അവിടുന്ന് നമ്മുടെ ആശ്രയം, നമ്മുടെ സങ്കേതം, നമ്മുടെ ബലം. കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നത്: വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും, വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേ ഞാൻ കാണുന്നുണ്ടൻ സ്നേഹസഖിയ. ഈ ലോകസഖികളെല്ലാരും മാറിപ്പോയാലും എൻ രക്ഷക, എൻ രക്ഷക, എൻ ദൈവമേ, അങ്ങല്ലാതില്ലാരും. എൻ യേശു മാത്രം മതി എനിക്കേതു നേരത്തും. എൻ രക്ഷക, എൻ ദൈവമേ, അങ്ങല്ലാതില്ലാരും. യേശുവേ, എൻ യേശു മാത്രം മതി എനിക്കേതു നേരം. എൻ ക്ഷീണിത രോഗത്തിൽ, എൻ ക്ഷീണിത രോഗത്തിലും നീ മാത്രമൻ വൈദ്യൻ. മറ്റാരെയും ഞാൻ കാണുന്നില്ല രോഗശാന്തിക്കാൻ. എന്നാശ്രയം, എന്നാശ്രയം എൻ യേശു കർത്താവേ. എൻ രക്ഷക, എൻ ദൈവമേ, അങ്ങല്ലാതില്ലാരും. എൻ യേശു മാത്രം മതി എനിക്കേതു നേരം. ചേർന്ന് പാടാം: എൻ രക്ഷക, എൻ രക്ഷക, എൻ ദൈവമേ, അങ്ങല്ലാതില്ലാരും. എൻ യേശു
മാത്രം മതി എനിക്കേതു നേരത്തും എൻ യേശുവല്ലാതില്ലേ നീക്കൊരാശ്രയം ഭൂവിൽ നിന്മാർവിലല്ലാതില്ലേനിക്കു വിശ്രമം വേറെ ഈ പാരിലും പരത്തിലും നീസ്തുല്യനൻ ആയിരം കരങ്ങളും ഉയർത്തി എൻ രക്ഷകായൻ എൻ ദൈവമേ അങ്ങല്ലാതില്ലാരും എൻ യേശു മാത്രം മതി എനിക്കേതു നേരത്തും എൻ രക്ഷകായൻ ദൈവമേ എൻ യേശു മതി നേരത്തും എൻ യേശു മതി എനിക്കേതു നേരത്തും എൻ യേശു മതി എനിക്കേതു നേരത്തും. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. തുടർന്ന് ജോസ് പാസ്റ്റർ നമ്മളെ ലീഡിയുന്നതായിരിക്കും. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം കൊടുക്കുക. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാണ് എല്ലാവരും. വീഡിയോയിൽ വരാൻ കഴിവുള്ള എല്ലാവരും വീഡിയോയിൽ വരാനായിട്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഗാനങ്ങൾ പാടി കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചു. കർത്താവിന്റെ ദാസന്മാർ പ്രിയ സന്നിബ്രതനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ മുൻപിരുന്ന സഭയിലെ സഹോദരനാണ്. ഇപ്പോൾ ഇവിടെ ദുബൈയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെയിൽ പെന്തക്കോസ്ത് സഭയിലെ പാട്ടിന്റെ കൊയറിന്റെ ലീഡറാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. രണ്ടാമത് പാടിയ കർത്താവിന്റെ ദാസൻ പ്രിയ ജയലാൽ പാസ്റ്റർ എന്റെ ആത്മീയ പിതാവിന്റെ ഏക മകനാണ്. ഈ രാജ്യത്ത് ദുബൈ അപ്പോസ്തലിക് ചർച്ചിൽ സഭാ ശുശ്രൂഷകനായി സേവനം അനുഷ്ഠിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവ് തനിക്ക് കൊടുത്തിട്ടുള്ള സംഗീതപരമായ താലന്തുകൾ, സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് പാടി അനേകരെ ആരാധനയിലേക്ക് നയിക്കുവാൻ ആമേൻ കർത്താവ് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ മേഖലകളിൽ കർത്താവ് തന്നെ ഉപയോഗിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിന്റെ മഹത്വം കരയേറ്റുന്നു. അദ്ദേഹത്തിന്റെ മാതാവ് പ്രിയ ജൈനമ്മ ലോറൻസ് നമ്മുടെ ഡിവൈസിൽ മുടങ്ങാതെ ഉണ്ട്. ആന്റി ഓർത്ത് മാമി ഓർത്ത് വിശേഷാൽ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ഡിവൈസിൽ കടന്നു വന്നിട്ടുള്ള സൂമിൽ മീറ്റിംഗിൽ കടന്നു വന്നിട്ടുള്ള എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുതുതായി കടന്നു വന്നിട്ടുള്ളവരെ വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. ആമേൻ. സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനി തുടർന്ന് ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ വിജോയ് ജോസഫ് ഹല്ലേലൂയ നമ്മുടെ നടുവിൽ ഉണ്ട്. കർത്താവിന്റെ ദാസനെ ഞങ്ങൾ വിശേഷാൽ സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ശുശ്രൂഷ കർത്താവിന്റെ ദാസനെ കർത്താവ് പരമേൽപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തുമൊക്കെ ദീർഘവർഷങ്ങളായി സഞ്ചരിച്ച് ശുശ്രൂഷ ചെയ്യുന്ന കർത്തദാസനാണ്. എന്നാൽ പ്രാരംഭകാലങ്ങളിൽ സഭയിലും ഇരുന്ന് ഇടയനായി ശുശ്രൂഷിപ്പാനും കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. അപ്പോൾ കർത്താവ് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്ന നല്ല ശക്തരായ സ്തോത്രം വചനത്തിലും ദൂതിലും ഒക്കെ ഉപയോഗിക്കപ്പെടുന്ന ഒരു കർത്തദാസനാണ് പാസ്റ്റർ വിജോയ് ജോസഫ്. കർത്താവിന്റെ ദാസനെ വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള സമയം 1 മണിക്കൂർ ഉണ്ട്. 5-10 മിനിറ്റും കൂടെ ആമേ നീണ്ടുപോയാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. ആത്മാവിന്റെ നിയോഗം പോലെ ദൂതുകൾ വ്യക്തിപരമായി പറയാം. വചനത്തിൽ നിന്ന്
സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കാനുള്ള അവകാശമുണ്ട്. കർത്താവിന്റെ ദാസനെ ഞങ്ങൾ വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. തുടർന്നുള്ള സമയം ഉപയോഗിച്ചാലും സൂമിൽ വരാൻ, വീഡിയോയിൽ വരാൻ കഴിയുന്ന എല്ലാവരും വീഡിയോയിലേക്ക് വരാനായിട്ട് അപേക്ഷിക്കും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രി കർത്താവിന്റെ മുഖത്തേക്ക് ഒരുമിച്ച് നോക്കുവാനെങ്കിൽ ഒരു സന്ദർഭം ദൈവം ധാരമായി തന്നതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ ന്യൂമ ഗോസ്പൽ ടീമിനോടുള്ള ബന്ധത്തിൽ നടക്കപ്പെടുന്ന ഈ പ്രാർത്ഥനാ കൂട്ടത്തിൽ ഇന്ന് രാത്രി ശുശ്രൂഷിപ്പാൻ ഇങ്ങനെ ഒരു അവസരം ലഭിക്കപ്പെട്ടത് അനുഗ്രഹമായി എണ്ണുകയും അങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന പാസ്റ്റർ ജോസ് ദേവലക്കര പ്രത്യേക സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. വർഷങ്ങളായിട്ട് ദൈവദാസനുമായിട്ടുള്ള ഒരു ആത്മീക ബന്ധം ദൈവം തന്നിട്ടുണ്ട്. ഒത്തിരി ആവർത്തി അവരെ ശുശ്രൂഷിക്കുന്ന സഭയിൽ ചെന്ന് ശുശ്രൂഷിപ്പാൻ അവസരം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ശുശ്രൂഷയുള്ള ബന്ധത്തിൽ UAE താനായിരിക്കുന്നുവല്ലോ. ദൈവം ശുശ്രൂഷകളെ ആദരിക്കട്ടെ. ഭാഷ കുടുംബത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിൽ പാസ്റ്റേഴ്സ് ഒത്തിരി പേരുള്ളത് ഒരു സന്തോഷമായിട്ട് ഞാൻ എണ്ണുന്നു. അവരോട് ശുശ്രൂഷിക്കാൻ ലഭിക്കപ്പെട്ടത് ഒരു വിലപ്പെട്ട ഭാഗ്യമാണ്. എനിക്ക് പരിചയമുള്ള പലരും ഇതിന്റെ അകത്തുണ്ട്. ക്രിസ്തുവിൽ എൻ്റെ അടുത്ത സ്നേഹിതൻ, സഹോദര തുല്യം ഞാൻ സ്നേഹിക്കുന്ന പാസ്റ്റർ ഷാജി ഉടുക്കള ഇതിലുണ്ട്. കഴിഞ്ഞ ആഴ്ച അവരോടുകൂടെ 3 ദിവസം ബാംഗ്ലൂരായിരിക്കാൻ ദൈവം എനിക്ക് കഴിഞ്ഞ വർഷത്തിന്റെ സമാപന ദിവസ അവസരങ്ങൾ തന്നു. നാട്ടിൽ ദൈവദാസൻ യാത്രയിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് മണിക്കൂറുകൾ ഒരുമിച്ചായിരിക്കാൻ ദൈവം സന്ദർഭങ്ങൾ തന്നു. അതുപോലെ സാബു, കർത്താവിന്റെ ദാസൻ സാബു പാസ് ഷായിച്ച നിമിത്തമാണ് സാബു പാസിനെ പരിചയപ്പെട്ടത്, കണ്ടത് ഒരു സന്തോഷമായിട്ട് ഞാൻ എണ്ണുന്നു. അങ്ങനെ പരിചയമുള്ള പല വിശ്വാസികളും ഇതിന്റെ അകത്തുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷിക്കപ്പെടുന്നത് ഒത്തിരി പരിമിതികളുണ്ട്. സ്വതന്ത്രം ഈ ശുശ്രൂഷയൊക്കെ ചിലപ്പോൾ വെളിപ്പെടുമ്പോൾ എഴുന്നേറ്റ് നടക്കാനൊക്കെ നമുക്ക് തോന്നും. പക്ഷേ സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് നമ്മൾ ആ നിലയിലാണ് ശുശ്രൂഷിക്കുന്നത്. ഒരു യോഗത്തിൽ, പൊതുയോഗത്തിൽ നമ്മൾ ഒരുമിച്ച് കാണുമ്പോൾ ദൂത് വ്യക്തിപരമായി പറയുന്ന ഒരു അന്തരീക്ഷത്തിൽ സൂം പ്ലാറ്റ്ഫോമിൽ പറയുവാൻ ഒത്തിരി പരിമിതികളും തടസ്സങ്ങളും മുമ്പിലുണ്ട്. എങ്കിലും വളരെ പ്രാർത്ഥനയോടുകൂടെ ഇന്ന് രാത്രി നമുക്കായിരിക്കാം, പ്രതീക്ഷയോടെ ആയിരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഈ രാത്രിയിലെ വിശേഷമായ ചിന്തയ്ക്ക് ആധാരമായി പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെ ആരെങ്കിലും ശബ്ദമുയർത്തി വായിക്കണം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗം. മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായിപ്പനുമായ യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുവന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയാറെ മുൾപ്പടർപ്പ് തീ പിടിച്ചു കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിനവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. മതി.
വളരെ പരിചയമുള്ള ദൈവവചന ഭാഗമാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി നാം വായിച്ചത്. ദൈവദാസന്മാർക്ക് തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒത്തിരി മെസ്സേജുകൾ ശുശ്രൂഷിക്കാൻ കഴിയും, ശുശ്രൂഷിച്ചിട്ടുള്ളവരാണ്. നമ്മളെ സംബന്ധിച്ചൊരു കുഴപ്പമുള്ളത്, ഒരു വാക്യം എടുക്കുമ്പോ ആദ്യം തന്നെ തോന്നുന്നത് എത്ര മെസ്സേജ് ഇത് കേട്ടതാ എന്ന ലാഘവത്തോടെ നമ്മൾ അതിനെ തട്ടിക്കളയാറുണ്ട്. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിനൊരു സന്ദേശം നിങ്ങളുമായി ഞാൻ കൈമാറുവാൻ താല്പര്യപ്പെടുകയാണ്. ആത്മനിറവ് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഇരിക്കുന്ന വീടിന്റെ അകത്ത് തുള്ളിച്ചാടി ആരാധിക്കാനുള്ള സാഹചര്യം ദൈവാത്മാവ് ഒരുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരാധിക്കാം. നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കാൻ തുടങ്ങുന്നത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിനെ കുറിച്ചാണ്. എന്റെ അകത്ത് തന്ന 4 ആശയങ്ങൾ ഇന്ന് രാത്രി ഈ 1 മണിക്കൂറിന്റെ അകത്ത് വിസ്തരിക്കാൻ പറ്റത്തില്ല, എങ്കിലും പരിമിതമായ സമയത്തിന്റെ അകത്ത് വിസ്തരിക്കാൻ താല്പര്യപ്പെടുകയാണ്. നാം വായിച്ച വേദഭാഗത്ത് 4 ചിന്തകളുണ്ട്. മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി ആ 4 ആശയം ഞാനൊന്ന് പറഞ്ഞു വിടാം. ഹോരേബിനെ കുറിച്ചുള്ള 4 ആശയങ്ങൾ. 1, മരുഭൂമിയുടെ അപ്പുറത്ത് ഒരു ഹോരേബുണ്ട്. 1-ാമത്തെ ആശയം, നാം കടന്നു പോകുന്ന മരുഭൂമിയുടെ അപ്പുറത്ത് ദൈവം ഒരു ഹോരേബ് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. 2, മുള്ളിന് ലഭിച്ച ഭാഗ്യമാണ്. മുള്ളിന്റെ സ്വഭാവം അറിയുന്ന ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും ഓൺ ചെയ്ത് പറയാമെങ്കിൽ സന്തോഷം. മുള്ളിന് ആകെ കൂടി അറിയുന്ന ജോലി കുത്തുന്ന ജോലിയാ. അവസരം കിട്ടിയ നല്ല കുത്തുകുത്തും. സ്വഭാവം കുത്തുന്ന ജോലി. ഇതിന്റെ അകത്ത് കുത്തുകിട്ടിയ ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. ജോസേവൻ ഇതൊക്കെ നന്നായിട്ട് അറിയാം. 3, ദൈവം ഇറങ്ങി വന്നത് മുള്ളിന്റെ നടുവില എന്ന് പറഞ്ഞ മുള്ളിന് ലഭിച്ച ഭാഗ്യം, ദൈവ സാന്നിധ്യം ഇറങ്ങിയ സ്ഥലം മുള്ളിന്റെ 4-ാമത്തെ മോശ ആ കാഴ്ച കാണുമ്പോൾ അതിനെക്കുറിച്ച് അവിടെ ഉപയോഗിച്ച പദം, ആ വലിയ കാഴ്ച എന്തെന്ന് ഞാനൊന്ന് കാണട്ടെ എന്നാണ്. 4-ാമത്തെ ആശയം, വിശ്വസിച്ചാൽ ഇന്നു വരെ ഇല്ലാത്ത ചില വലിയ കാഴ്ചകളെ ദൈവം നമ്മെ കാണിപ്പിക്കാൻ പോവുക. സന്തോഷമുണ്ടെങ്കിൽ വിശുദ്ധ കരങ്ങൾ ഉയർത്തി സ്തോത്രമൊക്കെ പറയാം. ഈ ബൈബിൾ ഞാൻ പരിശോധിച്ചാൽ ഒത്തിരി പർവ്വതങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം തുടങ്ങിയാൽ പർവ്വതങ്ങളുടെ നിരകൾ ധാരാളം കാണാം. 1-2 പർവ്വതങ്ങളിൽ കൂടെ ഞാനൊന്ന് തൊട്ടിട്ട് ഈ ആശയത്തിലേക്ക് കയറി വരാം.
ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പർവ്വതങ്ങളിൽ ഒന്നാണ് അരാരാത്ത് പർവ്വതം. അരാരാത്ത് പർവ്വതത്തിന്റെ പ്രത്യേകത നോഹയുണ്ടാക്കിയ പെട്ടകമുറച്ച സ്ഥലമാണ് അരാരാത്ത് പർവ്വതം. ദൈവനിയോഗം അനുസരിച്ച് ഒരു മനുഷ്യന്റെ വാക്കുകൾ കേൾക്കാതെ ദൈവം കൊടുത്ത വെളിപ്പാടുകൾ ഏറ്റെടുത്ത് തലമുറകൾക്കു വേണ്ടി വളർത്തിക്കൊണ്ടുവന്ന ഗോഫർ മരങ്ങൾ മുറിച്ച് ഒരു പെട്ടകം പണിയുക. ദൈവനിയോഗത്തിലാണ് പെട്ടകം ഉണ്ടാക്കിയതെന്ന് തിരിച്ചറിയാൻ ഒരു വെളിപ്പാട് ഞാൻ പറയാം. സാധാരണ വള്ളങ്ങളോ കപ്പലുകളോ ബോട്ടുകളോ വെള്ളത്തിലേക്ക് കൊണ്ട് ഇറക്കുകയാണ് പതിവ്. പക്ഷെ ദൈവം മോശയോട് നോഹയോട് നിയോഗം കൽപ്പിച്ച് അത് ഉണ്ടാക്കാൻ പറഞ്ഞപ്പോ നോഹ ഉണ്ടാക്കിയ സ്ഥലത്ത് വെള്ളം കയറി വന്ന് പെട്ടകത്തെ അങ്ങോട്ട് ഇറക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദീർഘകാലങ്ങൾ പ്രസംഗിച്ചതറിയാം. വിവേക ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ പോലും പെട്ടകത്തിന്റെ അകത്ത് കയറിയില്ല. ഒരു ചിന്തകന്റെ ഭാഷയിൽ ആന മുതൽ അട്ട വരെ അവന്റെ അകത്തേക്ക് കയറുക. ദൈവമാണ് വാവിലെ അടച്ചത്. ഇത് ഉണ്ടാക്കിയ ആളുകളും കണ്ട ആളുകളും പ്രസംഗം കേട്ട ആളുകളും 40 ദിനരാത്രങ്ങൾ നിർത്താതെ മഴ പെയ്തപ്പോൾ വലിയ കെട്ടിടങ്ങളുടെ മുകളിൽ കയറിയിട്ടുണ്ട്, മരങ്ങളുടെ മുകളിൽ കയറിയിട്ടുണ്ട്, രക്ഷപ്പെടാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. പക്ഷേ ആകാശത്തിന് കീഴിലുള്ള സകല സ്ഥലത്തും വെള്ളം വന്ന് കീഴടക്കി. ഇവർ നോക്കുമ്പോൾ ഈ പെട്ടകം ഇരിക്കുന്ന സ്ഥലത്തേക്ക് വെള്ളം കയറി വന്ന് ഇത് ഇറങ്ങുക. ഇതിന്റെ പോക്കൊക്കെ കണ്ടപ്പോ പല ആളുകളും പറഞ്ഞു ഇതെവിടെയൊക്കെയോ പോയി ഇടിച്ച് തകരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഉണ്ടാക്കിയത് താഴ്വരയിലാണെങ്കിലും ഉറച്ചത് അരാരാത്ത് പർവ്വതത്തിലാണ്. ഉണ്ടാക്കിയത് താഴ്വരയിലാണെങ്കിലും ഉറച്ചത് ഉയർന്ന കൊടുമുടിയുടെ മുകളിലാണ്. ഒരു സന്ദേശം പറഞ്ഞ് ഇന്ന് രാത്രി ഞാൻ അവിടെ നിന്ന് വിടാം. ഇതിന്റെ അകത്ത് സഭ ശുശ്രൂഷ ചെയ്യുന്ന അഭിഷിക്തന്മാരുണ്ട്. ഞങ്ങളുടെ അകത്തൊക്കെ ഒരു ചിന്ത, ഞങ്ങൾ ഇരിക്കുമ്പോൾ സഭയ്ക്കൊരു കോട്ടം തട്ടരുതെന്ന്. ഇന്ന് രാത്രി ഒരു നിയോഗം ഞാൻ കൈമാറാം. ദൈവ നിയോഗം അനുസരിച്ചാണ് ഒരു സ്ഥലത്ത് ദൈവം നിന്നെ വിട്ടിട്ട് പെട്ടകത്തിന്റെ പണി തുടങ്ങിയതെങ്കിൽ ആരൊക്കെ ഇത് തകരുമെന്ന് പറഞ്ഞാലും ദൈവാത്മാവാണ് നൂല് പറഞ്ഞതെങ്കിൽ എത്തേണ്ട സ്ഥാനത്ത് ദൈവം അതിനെ എത്തിച്ചിരിക്കും. സന്തോഷമുണ്ടെങ്കിൽ ഒരു സൂത്രം പറയാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മുടെ ശുശ്രൂഷ കണ്ട്, ശുശ്രൂഷയുടെ അന്തരീക്ഷങ്ങൾ കണ്ട് സഭയുള്ള ആളുകൾ പോലും യോജിക്കാൻ കഴിയാതെ ഇത് മുൻപോട്ട് പോകത്തില്ല, ഇതെവിടെയൊക്കെയോ തകരും പൊളിയുമെന്നൊക്കെ പറഞ്ഞാലും ഇന്ന് രാത്രി വിശ്വസിച്ചോ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ലെന്ന് വാഗ്ദത്തം പറഞ്ഞത് സ്വർഗമാണെങ്കിൽ സ്വർഗം അതിനെ പണിതിരിക്കും. സ്വോത്രം. ഈ ഇടയ്ക്കൊക്കെ ഒരു സ്വോത്രം പറയുന്ന നല്ലതാ. ഞാൻ ജോസേവലക്കര ഭാഷ നോക്കുമ്പോൾ ഇങ്ങനെ സ്വോത്രം പറയുന്നത് കാണുന്നുണ്ട്. അത് കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് മോറിയ മലയെന്ന് പറയുന്ന ഒരു പർവ്വതത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ അഗ്നിപരിശോധന വെളിപ്പെട്ട സ്ഥലമാണ്. ഈ പരീക്ഷ അബ്രഹാമിന് വെളിപ്പെടുമ്പോൾ അബ്രഹാമിന് 117 വയസ്സ് പ്രായമുണ്ട്.
ഇസഹാക്കിന് 17 വയസ്സ് പ്രായമുണ്ട്. ചില ആളുകൾ 60 വയസ്സായവരും 70 വയസ്സായവരും ഇടയ്ക്കൊക്കെ പറയും ഈ 70 വയസ്സായിട്ടും പരീക്ഷകളൊന്നും തീർന്നിട്ടില്ലേന്ന്. ഞാൻ നോക്കിയിട്ട് 117കാരനെ ദൈവം വെറുതെ വിട്ടിട്ടില്ല. പിന്നെയാണോ 70കാരന്റെ കാര്യം? ഒരു കാര്യം ഉറപ്പ ദൈവദാസന്മാരെ, എന്നെ കേൾക്കുന്ന ദൈവമക്കൾ വിശ്വസിച്ചോ, സ്വർഗമാണ് നിന്നെ പരീക്ഷിച്ചതെങ്കിൽ ആ പരീക്ഷണത്തിന്റെ അകത്ത് അവനൊരു പോക്കുവഴി വെച്ചിട്ടുണ്ട്. സ്വത്രം. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരോടും പറയാൻ കഴിയാത്ത പരീക്ഷകളുടെ അകത്തുകൂടെ കടന്നു പോകുന്ന ചിലരെങ്കിലും എന്നെ വീക്ഷിക്കുന്നുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കോ, ഇന്ന് വരെയില്ലാത്ത പോക്കുവഴികളെ എന്റെ ദൈവം ഒരുക്കാൻ പോകുകയാണ്. യേശുവിന്റെ രക്തത്താൽ ഞങ്ങൾ ജയമെടുക്കുക. ഞാൻ ഒറ്റ ആശയം പറഞ്ഞ ഭാഗം വിടാം. തലമുറയുടെ കരിവര് വെളിപ്പെട്ട സ്ഥലമാണ്. ഇന്ന് രാത്രിയിലും ഇതിന്റെ അകത്ത് തലമുറകളെ ഓർത്ത് കരയുന്ന അഭിഷിക്തന്മാരുണ്ട്, ദൈവമക്കളുണ്ട്. അവർക്കൊരു കരുതലെങ്ങനെ വെളിപ്പെടുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുമ്പോൾ ഇന്ന് രാത്രി വിശ്വസിച്ചോ, അബ്രഹാമിന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതല് വെളിപ്പെട്ടു വന്നതുപോലെ സ്വർഗം കരുതല് വെളിപ്പെടുത്തും. ഒറ്റ ആശയം അവിടെ ഞാൻ കൊണ്ടുവയ്ക്കാം. ഈ മലയുടെ കയറ്റം കയറുമ്പോ 17 വയസ്സുള്ള ഇസഹാക്ക് 117 വയസ്സുള്ള അപ്പനോടൊരു ചോദ്യം ചോദിച്ചു. അപ്പ, ഇന്നുവരെ യാഗത്തിന് പോകുമ്പോ കത്തി ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നുവരെ യാഗത്തിന് പോകുമ്പോ തീ ഞാൻ കണ്ടിട്ടുണ്ട്, വിറക് കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് കണ്ട ഒരു സാധനം ഇന്ന് കാണാനില്ല. യാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? കളിയാക്കി ചോദിച്ചതല്ല. അപ്പന് പ്രായം കൂടിയത് കൊണ്ട്, തൊലി ചുളിഞ്ഞത് കൊണ്ട്, നടുവളഞ്ഞത് കൊണ്ട്, കാലുകളുടെ ബലം നഷ്ടപ്പെട്ടത് കൊണ്ട്, ഓർമ്മ കുറഞ്ഞത് കൊണ്ട് യാഗമൃഗത്തെ എടുക്കാൻ വിട്ടുപോയെങ്കിൽ ബാല്യക്കാരെ വിട്ടിട്ട് എടുക്കാമെന്നത് ആശയം. പക്ഷേ അബ്രഹാമിന്റെ മറുപടി കേട്ടോളണം, ദൈവം കരുതിക്കൊള്ളും. അവന്റെ ആശയം പറയാം, എന്റെ മുടിയെ മരച്ചിട്ടുള്ളൂ, എനിക്ക് ആ പ്രായം കൂടിയിട്ടുള്ളൂ, എനിക്കാണ് മാറ്റങ്ങൾ സംഭവിച്ചത്. പക്ഷേ ഞാൻ സേവിക്കുന്ന ദൈവം അവൻ മാറാത്തവനാണ്. ഒരാശയം പറഞ്ഞ് ഇന്ന് രാത്രി ദൈവത്തിനൊരു മഹത്വം കൊടുക്കാം. ഞാൻ ഇന്ന് രാത്രി പറയുന്നു, ദൈവ നിയോഗത്തിൽ ഇറങ്ങി തിരിച്ച അഭിഷിക്തനെ മുറിക്കാനുള്ള കത്തി അപ്പന്റെ കയ്യിലുണ്ടെങ്കിൽ, കപ്പിക്കാനുള്ള വിറക് ഇസഹാക്കിന്റെ തോളത്തുണ്ടെങ്കിൽ, കുടത്തിന്റെ അകത്ത് തീയുണ്ടെങ്കിൽ, കരുതൽ ദൈവത്തിന്റെ പക്കലുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഈ ദൂതനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തലമുറയ്ക്ക് വേണ്ടുന്ന കരുതലുകൾ ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. കൊമ്പ് കുരുകി കിടക്കുന്ന ചില ആട്ടുകൊറ്റന്മാര് ഇന്ന് രാത്രി കേട്ടടിഞ്ഞ് യേശുവിന്റെ നാമത്തിൽ പുറത്തു വരട്ടെ. രക്തത്താൽ ജയമെടുക്കുക. കരുതൽ വെളിപ്പെട്ട സ്ഥലം. ഒരു നിമിഷം ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി മൈലുകളുടെ അപ്പുറത്ത് തലമുറകൾക്ക് വേണ്ടി നിലവിളിക്കുന്ന അഭിഷിക്തന്മാരെ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്ന് രാത്രി കരുതൽ വെളിപ്പെടാൻ പോവുക. ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഭാവിയുടെ ബന്ധനം അടിയട്ടെ, ഭാവിയുടെ റൂട്ടുകൾ തുറന്നു വരട്ടെ. ഇന്ന് വരെ തുറക്കാത്ത ഭാവികൾ തലമുറയ്ക്ക് വേണ്ടി ഓപ്പണായി വരട്ടെ. രക്തത്താൽ ജയമെടുക്കുക. മറുരൂപമല, സ്വത്രം മോറിയമല തലമുറയ്ക്ക് വേണ്ടി കരുതൽ വെളിപ്പെട്ട സ്ഥലമാണ്. സമയം മുൻപോട്ട് പോകുന്നത് കൊണ്ട് ഞാൻ ചിന്താ വിഷയത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് കൊണ്ടുപോവുകയാണ്.
ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ്. ഈ പർവ്വതത്തിൽ കയറി ചെന്നയാള് മോശയാണ്. മോശയുടെ ജീവിതത്തിന്റെ കാലത്തെ മൂന്നായിട്ട് തിരിക്കാം. ആദ്യത്തെ 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിന്, രണ്ടാമത്തെ 40 വർഷം മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുക, മൂന്നാമത്തെ 40 വർഷം ദൈവത്തിന്റെ ആടുകളെ മേയ്ക്കുക. ഒന്നും കൂടി സിമ്പിളായി പറഞ്ഞാൽ, ആദ്യത്തെ 40 വർഷം അവൻ ഹീറോയായിരുന്നു എന്ന് പറഞ്ഞാൽ 40 വയസ്സാകുന്നത് വരെ ശരീരത്തിൽ രക്തതളപ്പ് കൂടുതലാണ്. നമ്മളെ കൊണ്ട് എല്ലാം നടക്കുമെന്നൊരു പ്രായമുണ്ട്. ഏത് മേഖല കീഴടക്കാം, ഒരുത്തർ 1 തന്ന 2 കൊടുക്കാം എന്നൊക്കെ പറയുന്ന പ്രായമാണ് 40 വയസ്സ് വരെയുള്ള പ്രായം. പക്ഷെ 40 കഴിഞ്ഞാൽ നോക്കിക്കേ, രണ്ടാമത്തെ 40 മോശ പറഞ്ഞ എന്നെ കൊണ്ട് ഒന്നും നടക്കത്തില്ല. ആദ്യത്തെ 40 അവൻ പറഞ്ഞു എന്നെ കൊണ്ട് എല്ലാം നടക്കുമെന്ന്. രണ്ടാമത്തെ 40 പറഞ്ഞു എന്നെ കൊണ്ട് ഒന്നും നടക്കത്തില്ലെന്ന്. മൂന്നാമത്തെ 40 അവൻ പറഞ്ഞു ദൈവം വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കും. ആദ്യത്തെ 40 അവൻ ഹീറോയായിരുന്നു. രണ്ടാമത്തെ 40 അവൻ സീറോയായി മാറി. മൂന്നാമത്തെ 40 ദൈവം അവനെ ഹീറോയാക്കി മാറ്റി. ഇന്ന് രാത്രി ഹീറോയിൽ നിന്ന് സീറോയിലോട്ട് വരാൻ നമ്മൾ തയ്യാറായാൽ തമ്പുരാൻ നമ്മളെ ഹീറോയാക്കി മാറ്റും. ദൈവത്തിന് സ്തോത്രം. മോശയുടെ ജീവിതത്തെ ഞാൻ 1-2 കുറിപ്പുകൾ പറയാൻ താല്പര്യപ്പെടുകയാണ്. ഫറവോന്റെ കൊട്ടാരത്തിന്റെ അകത്ത് ആദ്യം പുറപ്പെട്ട സമയത്താണ് മോശയുടെ ജനനം. 5 വയസ്സ് മൂപ്പുള്ള പെങ്ങള് അമ്മ കൂടി ആലോചിച്ചിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ് ഞാങ്ങണകളുടെ ഇടയിൽ ഞാങ്ങണ പെട്ടകത്തിന്റെ അകത്തും പുറത്തും കീല് തേച്ചിട്ട് ഈ കുഞ്ഞിനെ അതിന്റെ അകത്ത് കിടത്തുക. എന്നിട്ട് നൈൽ നദിയിലേക്ക് കൊണ്ടിടുക. സ്തോത്രം. എന്നിട്ട് സംഭവിച്ചത് ഈ സ്വന്തം പെങ്ങള് എന്ത് കാമം ഭവിക്കുമെന്ന് അറിയാൻ നോക്കി നിൽക്കുക. ഇന്ന് രാത്രി വിശ്വസിച്ചോ, നീ എന്താകുമെന്ന്, നിന്റെ കുടുംബം എന്താകുമെന്ന് നോക്കി നിൽക്കുന്ന ചിലറിന്റെ നടുവിൽ എന്റെ ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ഭാഗം ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. സാധാരണ ഫറവോന്റെ പുത്രി കൊട്ടാരത്തിലെ നല്ല സ്വിമ്മിംഗ് പൂളുകളുടെ അകത്താണ് കുളിക്കാറുള്ളത്. പക്ഷേ എന്തോ കാരണത്താൽ തന്റെ ബർത്ത്ഡേ ദിവസം നൈൽ നദിയിലേക്ക് നീരാടാൻ പരിവാരത്തിന്റെ അകമ്പടിയോടെ വരുമ്പോൾ ഞാങ്ങണകളുടെ ഇടയിൽ ഒരു പെട്ടകത്തിന്റെ അകത്ത് ഒരു കരച്ചൽ കേട്ടിട്ട് കുളി മറന്നവൾ പെട്ടകം കരക്കടുപ്പിച്ചിട്ട് കുഞ്ഞിനെ അവന്റെ അകത്തുനിന്ന് എടുത്തു. ശീലകൾ മാറ്റി നോക്കിയപ്പോൾ പരിച്ഛേദനെ അടയാളമായിട്ടുള്ളത് കൊണ്ട് അത് എബ്രായന്റെ കുഞ്ഞാണെന്ന് മനസ്സിലാക്കിയിട്ട് ആമേൻ ആ കുഞ്ഞിനെ എടുത്ത് തോളിലിട്ടു. ആരോ പറഞ്ഞത് നോക്കുന്നു. ഓർക്കുക, മോശയുടെ ജനനത്തിൽ അവൻ ദിവ്യ സുന്ദരനാ എന്ന് പറഞ്ഞാൽ തക്കാളിയും ഓറഞ്ചും ഇടകലർന്ന നിറമുള്ള ഇവനെ എടുത്ത് തോളത്തിലിട്ടിട്ട് ആ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുക. ശ്രദ്ധിച്ചു കേട്ടോളണം. ഏത് കൊട്ടാരത്തിന്റെ അകത്താണോ 2 വയസ്സും അവന് താഴെയുള്ള കുഞ്ഞുങ്ങളെ വെള്ളത്തിൽ വലിച്ചെറിയാൻ ഓർഡർ കൂടപ്പെട്ടത്, അവയെ കൊട്ടാരത്തിന്റെ അകത്ത് എബ്രായന്റെ തലമുറയെ സ്വന്തം അമ്മയെ കൊണ്ട് കൂലി വാങ്ങിപ്പിച്ച് മുലപ്പാല് കൊടുത്ത് അവന്റെ തലയെ തകർക്കാൻ അവനെ വളർത്തിയവനായ എന്റെ ദൈവം. സ്വത്രം.
ഫറവോന്റെ കൊട്ടാരത്തിന്റെ അകത്ത് മോശ വളരുക. ആദ്യത്തെ 40 വർഷം അവിടെ വളരുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ കുതിരപ്പടകളാണ് മിസ്രൈമികൾ. കത്തി നിൽക്കുന്ന ദീപം, സിംഹാസനത്തിൽ നിന്ന് അവിടെ നോക്കപ്പെടുമ്പോൾ മോശ കാണുന്നത് കുതിര കുളമ്പടിയുടെ ശബ്ദം. 7 സമയത്ത് യുദ്ധത്തിനുള്ള കാഹളം കേൾക്കുമ്പോൾ പുറപ്പെടാൻ കാത്തു നിൽക്കുന്ന കുതിര കുളമ്പടികൾ. പട്ടാളം ഇങ്ങനെ നിൽക്കുക. 40 വയസ്സ് തികഞ്ഞപ്പോൾ സഹോദരന്മാരുടെ പ്രവൃത്തി കാണാൻ അവൻ അങ്ങോട്ട് ചെല്ലുക. കണ്ട കാഴ്ച നിങ്ങൾക്കറിയാം. കണ്ട കാഴ്ച ഒരു എബ്രായനും ഇസ്രായേലും തമ്മിൽ അടികൂടുന്ന കാഴ്ചയാ കണ്ടത്. സ്വോത്രം. എബ്രായന്റെ പക്ഷത്ത് നിന്ന് മിസ്രൈമിനെ അടിച്ച് മണ്ണിന്റെ അകത്ത് പൂത്തി. അവൻ വിചാരിച്ച് ശിശൂട്ട വിജയിച്ചെന്ന്. ഇതാണ് ശിശൂട്ട എന്ന്, കൊല്ലുന്നതാ ശിശൂട്ട എന്ന് അവൻ ചിന്തിച്ച് ആരും അറിയാതെ കൊട്ടാരത്തിലേക്ക് കയറിപ്പോയി. 2ാമത്തെ ദിവസം താഴ്വരയിലേക്ക് കണ്ട ഒരു കാഴ്ചയുണ്ട്. എബ്രായനും തമ്മിൽ വഴക്കുണ്ടാക്കുക. ദൈവദാസന്മാരും ദൈവമക്കളും ഒത്തിരി പേരുണ്ടല്ലോ. ഒരു ചിന്ത പറയാതിരിക്കാൻ എനിക്ക് തരമില്ല. ഈ ഭാഗം പഠിച്ചപ്പോ ദൈവം എന്നെ പഠിപ്പിച്ചൊരു ചിന്തയുണ്ട്. ഒരു മിസ്രൈമനായിട്ടുള്ള ഒരു പ്രശ്നം പാസ്റ്ററെ കൊണ്ട് പെട്ടെന്ന് പരിഹരിക്കാം. പക്ഷെ 2 എബ്രായ തമ്മിലുള്ള വിഷയം പരിഹരിക്കാൻ അല്പം പ്രശ്നം പരിഹരിക്കാനൊന്ന് ചെന്ന് നോക്കിയേ. നിന്നെ ഞങ്ങൾക്ക് നേതാവാക്കിയത് ആരാണ് എന്നൊക്കെ പറഞ്ഞ് തനി നിറം എന്നോട്ട് പുറത്തു വരും. സ്വോത്രം. അങ്ങനെ ഒരു സ്വഭാവമൊക്കെ ഈ എബ്രായനൊരു പ്രത്യേകതയുണ്ട്. മോശം നിക്കക്കള്ളിയില്ലാതെ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. ഓടിച്ചെന്നത് മിസ്രൈമിലേക്കാണ്. 40 വർഷം കഴിഞ്ഞു. അവൻ അവിടെ ചെന്നപ്പോൾ അവൻ കണ്ട ഒരു കാഴ്ചയുണ്ട്. ഈ മോശയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എവിടെ ചെന്നാലും നേതാവ് കളിക്കണം. നേതാവാകണമെന്ന് അകത്ത് ആരെങ്കിലും ഒരു ദൈവദാസൻ ആശിക്കുന്നുണ്ടെങ്കിൽ നിന്റെ അകത്ത് ഭരിക്കുന്നത് ഉക്കരം പിശാച. സന്തോഷമുണ്ടെങ്കിൽ ഒരു സ്വോത്രമൊക്കെ പറയാം. യോഗം ലീഡ് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ മുഖം മാറും. കൺവെൻഷന് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിൽ സ്വഭാവം മാറും. സ്വോത്രം. സ്റ്റേജിൽ ദൈവദാസൻ പേരൊന്ന് വിളിച്ചില്ലെങ്കിൽ സ്വഭാവം മാറും. ദൈവദാസന്റെ സ്ഥിതി ഇതാണെങ്കിൽ വിശ്വാസിയുടെ ഗതികളല്ല. മോശയുടെ ഒരു പ്രത്യേകത, എവിടെ ചെന്നാലും നേതാവാകണം. അവൻ നോക്കി നിൽക്കുമ്പോ 7 സഹോദരിമാര് കിണറിന്റെ വക്കത്ത് ആടികൾക്ക് വെള്ളം കൊടുക്കുക. പക്ഷെ കഴിവുള്ള ചെലവന്മാര് ഇവരെ തള്ളി മാറ്റുക. ഈ സഹോദരിമാർക്ക് ഒരു കുഴപ്പമുണ്ട്. അവരുടെ പേര് തന്നെ ബലഹീനനെന്ന സമ്മതിക്കത്തില്ലെന്നേ ഉള്ളൂ. മോശ ചെന്നിട്ട് ഇടയന്മാരെ തള്ളി മാറ്റിയിട്ട് കിണറിന്റെ മൂടി മാറ്റിയിട്ട് ഈ 7 സഹോദരിമാരെ സഹായിച്ചു. അന്ന് രാത്രി 7 പേര് നേരത്തെ വീട്ടിലെത്തി. അപ്പൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മക്കൾ എന്നെ ഇന്ന് ഇത്ര നേരത്തെ വന്നേ? അവര് പറഞ്ഞു, ഒരുത്തൻ ഞങ്ങളെ സഹായിച്ചു. അപ്പനൊരു ചോദ്യം ചോദിച്ചു, എന്താ അവനെ വിളിച്ചു കൊണ്ടുവരാന്? കേൾക്കേണ്ട താമസം സിപ്പോറ ചെന്നിട്ട് അവനെ വിളിച്ചു കൊണ്ടുവന്നു. ചുരുക്കി പറഞ്ഞാൽ ആ വീട്ടിലെ മരുമോനായിട്ട് മാറുക. ഒരു ദൂത് കൂടി ഞാൻ പറയാം. യഹൂദന്റെ നാട്ടിലും മിസ്രൈമിലും പാലസ്തീൻ മണ്ണിന്റെ അകത്തും ആൺകുട്ടികൾ ജനിക്കാത്ത വീട് ശാപമാണ്.
യിത്രോവിന് ലഭിച്ചത് 7 പെൺമക്കളാ. ആദ്യത്തത് പെൺകുഞ്ഞ് ജനിച്ചപ്പോൾ രണ്ടാമത്തെ ആൺകുഞ്ഞാകുമെന്ന് ചിന്തിച്ചു. 7 പെൺകുഞ്ഞുങ്ങളാ ജനിച്ചത്. ആരൊക്കെയോ പറഞ്ഞു, ആരാണ് നിന്റെ തലമുറകൾക്ക് വേണ്ടി കരുതുന്നേ? ഇന്ന് രാത്രി വിശ്വസിച്ചോ, പെൺതലമുറയുള്ള ദൈവദാസന്മാരെ വിശ്വസിച്ചോ, നീ അറിയാത്ത കരുതലുകള് കൊട്ടാരം കയറി വരാൻ പോവുക. യേശുവിന്റെ രക്തത്താൽ ദൈവമെടുക്കുക. ദൈവത്തിന് സ്തോത്രം. മോശ ആ വീട്ടിൽ ചെന്നു, ഉള്ള കാര്യമൊക്കെ തുറന്നു പറഞ്ഞു. കൊലയാളിയാണെന്ന് പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. യിത്രോ സത്യം പറഞ്ഞ് പേടിച്ചു കാണും. ഒരു ജോലി കൊടുത്തു, ആടിനെ മേയ്ക്കുന്നത് 40 വർഷം. ഇന്ന് വരെ വയറ് നിറഞ്ഞോ എന്ന് ചോദിച്ചില്ല. ആടിന്റെ കാലൊടിഞ്ഞോ നോക്കി, കൈ ഒടിഞ്ഞോ നോക്കി, ആടിന്റെ വയറ് നിറഞ്ഞോ നോക്കി. 40 വർഷം മരുഭൂമിയിൽ ആടുകളെ തീറ്റിയിട്ട് ജീവിതത്തിൽ ഒരു പ്രതീക്ഷയ്ക്കും സ്ഥാനമില്ലാതെ മനസ്സിന്റെ സ്വസ്ഥതയല്ല നഷ്ടപ്പെട്ട് അവൻ മുൻപോട്ട് പോകുമ്പോഴാ ആട്ടിടയന്മാർ ഒറ്റയാടും ഒറ്റയ്ക്ക് ആടുകളെ തീറ്റാറില്ല. മരുഭൂമി കണ്ടവരുണ്ട്, കൂട്ടമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ആമേ, ഇവർ ഒരുമിച്ചാണ് തീറ്റിയിട്ട് തിരിച്ചു പോകാറ്. പക്ഷേ അന്നത്തെ ഒരു ദിവസം മോശ ആടുകളെ തീറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ ചിന്തിച്ച ഒരു ചിന്ത പറയാം, ഇന്ന് ഞാൻ മരുഭൂമിയുടെ അപ്പുറത്ത് ഹോരേബ് വരെ കയറാൻ പോവുക. ഞാൻ ഇന്ന് രാത്രി എന്റെ ദൂത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാ. ശ്രദ്ധിച്ചു കേട്ടോളണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട്, കുടുംബങ്ങളോട്, അഭിഷിക്തന്മാരോട് പരിശുദ്ധാത്മാവ് ദൂത് പറയാ, എന്നും നിന്റെ ജീവിതം മരുഭൂമി കൊണ്ട് അവസാനിക്കത്തില്ല. ഇന്നു വരെ കാണാത്ത ഹോരേബ് ദൈവം ഓപ്പണാക്കാൻ പോവുക. നിങ്ങൾ ഇന്ന് രാത്രി ഈ ദൂതൊന്ന് ധ്യാനിക്കണം. മരുഭൂമിയുടെ അപ്പുറത്തൊരു ഹോരേബ്. മരുഭൂമി എന്ന് പറഞ്ഞാൽ വഴിയില്ലാത്ത പാതകൾ, തണലിന് വൃക്ഷമില്ലാത്ത പാതകൾ, ആശ്വാസത്തിന് കുടിലില്ലാത്ത സ്ഥലം, ദാഹത്തിന് വെള്ളം കിട്ടാത്ത മേഖല, കുട്ടിലൊരു സ്നേഹിതനില്ല. എല്ലാ മേഖലകളും ഇങ്ങനെ വരിഞ്ഞു കുടുക്കി നിൽക്കുമ്പോൾ എങ്ങനെ മുൻപോട്ട് പോകുമെന്ന് എല്ലാ വഴികളും അടഞ്ഞു നിൽക്കപ്പെടുമ്പോ മോശയോട് ദൈവം പറയുക, ഇവരെ കൊണ്ട് അവസാനിക്കത്തില്ല. തമ്പുരാനൊരു ഹോരേബ് തുറക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി കേൾക്കുന്ന ദൈവമക്കളോട്, അഭിഷിക്തന്മാരോട് പരിശുദ്ധാത്മാവിൽ ദൂത് പറയുക, മരുഭൂമിയുടെ അപ്പുറത്ത് എന്റെ ദൈവം ഒരു ഹോരേബ് തുറക്കാൻ പോവുകയാ. വിശ്വസിക്കുന്ന എത്ര പേർ ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം പറയും? ഇന്നു വരെ കാണാത്ത ഒരു ഹോരേബിന്റെ മണ്ഡലം എന്റെ ദൈവം ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. മോശ ഈ മരുഭൂമിയിൽ ചെന്ന് ചിന്തിച്ച ചിന്തകൾ എനിക്ക് പറയണമെന്ന ആശയമുണ്ട്. ചെങ്കോൽ പിടിക്കാൻ അർഹതയുള്ള കൈകളാട്ടിടയന്റെ വടിയണ്ടി സപ്രപഞ്ച കട്ടിലിന്റെ അകത്ത് അന്തിയുറങ്ങ മോശ പരിവരുത്ത പാറക്കെട്ടുകളുടെ ഇടയിൽ മണലാരണ്യത്തിന്റെ മുകളിൽ കിടന്നുറങ്ങി. മിസ്രൈമിലെ വിദ്യകൾ മൊത്തം മറന്ന് മിസ്രൈമ്യ പെൺകുട്ടിയും 2 മക്കളുമായി മരുഭൂമിയിൽ ശേഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവസാനം ഒരു ഓർത്ത കാര്യമാണ്, മരുഭൂമിയുടെ അപ്പുറത്ത് ഒരു ഹോരേബുണ്ട്. എന്താണ് പ്രിയമുള്ളവരെ മരുഭൂമിയുടെ അപ്പുറത്ത് ഒരു ഹോരേബുണ്ടെന്ന് പറഞ്ഞത്? ഇന്ന് രാത്രി വിശ്വസിച്ചോ, ദൈവം നിന്റെ അഭിരുചികളെ വിശാലമാക്കാൻ പോവുകയാ. വിശ്വസിക്കുന്നവർ ദൈവത്തിന് കരമടിച്ചോ, കരമുയർത്തിയോ, വായ തുറന്നോ ദൈവത്തെ സ്തുതിക്കണം. നിന്റെ അഭിരുചികളെ അവൻ വിശാലമാക്കാൻ പോവുകയാ. നിന്റെ കുടുംബത്തിന്റെ അഭിരുചികളെ അവൻ വിശാലമാക്കാൻ പോവുകയാ. നിന്റെ തലമുറകളുടെ അഭിരുചികളെ അവൻ വിശാലമാക്കാൻ പോവുകയാ. നിന്റെ സഭയുടെ അഭിരുചികളെ ഇന്ന് രാത്രി അവൻ വിശാലമാക്കാൻ പോവുക.
വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്നു വരെ ഇല്ലാത്ത ഒരു വിശാലത ദൈവം തുറക്കാൻ പോവുക. എന്നെ കേൾക്കപ്പെടുന്ന ദൈവദാസന്മാരെ, ശുശ്രൂഷയുടെ മണ്ഡലത്തിന്റെ അകത്ത് അവയെ കൂച്ചുവലങ്ങിട്ട് ഒരു സ്ഥലത്ത് നിങ്ങൾ ഒതുക്കി പിശാച് വെച്ചിരിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ചോ, ശുശ്രൂഷയുടെ മേൽ ഇന്ന് വരെ ഇല്ലാത്തൊരു വിശാലത എന്റെ ദൈവം ഓപ്പണാക്കാൻ പോവുക. മരുഭൂമിയുടെ അപ്പുറത്തൊരു വിശാലതയുണ്ട്. എത്ര പേരൊരു വിശാലതയ്ക്ക് വേണ്ടി കൊതിക്കുന്നവരുണ്ട്? എന്റെ അഭിരുകൾ ഒന്ന് വിശാലമാകണം, എന്റെ സാഹചര്യങ്ങൾ ഒന്ന് വിശാലമാകണം, എന്റെ ശുശ്രൂഷകൾ ഒന്ന് വിശാലമാകണം, എന്റെ സഭയുടെ അഭിരുകൾ ഒന്ന് വിശാലമാകണം എന്ന് ആശിക്കുന്ന എത്ര പേർ ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്നുണ്ട്? ആ ഭാഗത്ത് നിന്നുകൊണ്ട് അല്പനേരം ഞാൻ ശുശ്രൂഷിക്കുവാൻ ഇന്ന് രാത്രി താല്പര്യപ്പെടുക. അഭിരുകളെ വിശാലമാക്കുന്ന ദൈവം. നോക്കിക്കേ, നമ്മുടെ അബ്രഹാം ശത്രുവിന്റെ ദേശത്ത് എന്ന് പാർത്തതുപോലെ സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ടും വാക്യങ്ങളെ കുറിച്ച് ബോധ്യമുള്ളത് കൊണ്ടുമാണ് ഞാൻ പറഞ്ഞു വിടുന്നത്. ഇസഹാക്കിനും ഒരു ഫാൾട്ട് സംഭവിച്ചു. ശത്രുവിന്റെ ദേശത്ത് എന്ന് ഇസഹാക്ക് പാർക്കുമ്പോൾ ഇസഹാക്കിനോട് ദൈവം പറഞ്ഞു, ശത്രുവിന്റെ ദേശത്ത് ചെന്ന് പാർത്തോ, ഞാൻ നിന്നെ അവിടെ അനുഗ്രഹിക്കാൻ പോവുക. ആ ആണ്ടിൽ ഇസഹാക്ക് വിത്ത് വിതച്ചു. എഴുതിയിരിക്കുന്നത് 100 മേനി വിളവ് കിട്ടിയെന്ന. സ്വത്രം. ആരോടും ആത്മാവിൽ ഞാൻ ദൂത് പറയാ, അധ്വാനത്തിന്റെ കൂലി കിട്ടാതെ നന്മകളെ തകർത്ത് കളയുന്ന ഇരുളിന്റെ വ്യാപാര മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ദൈവം അടിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ശത്രുവിന്റെ ദേശത്ത് ഇസഹാക്ക് വിതച്ചു 100 മേനി വിളവ് കിട്ടി. ഈ വിത്ത് വിതയ്ക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇസഹാക്കിന് ഓർമ്മ വന്നത്, വിത്ത് വളരണമെങ്കിൽ വെള്ളത്തിന്റെ ആവശ്യമുണ്ടാകും. സഭ വളരണമെങ്കിൽ, സഭയുടെ അഭിരുകൾ വിശാലമാകണമെങ്കിൽ വചനവും ഹോളി സ്പിരിറ്റും ചലിക്കാത്ത ഒറ്റ സഭ വളരത്തില്ല. വചനത്തിനും ആരാധനയ്ക്കും മുൻതൂക്കം കൊടുക്കാത്ത സഭകൾ മുരടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആരാധനയ്ക്കും വചന വെളിപ്പാടിനും സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചോ, സഭ വളരാൻ തുടങ്ങും. വിത്ത് വളരാൻ വേണ്ടി വെള്ളം നോക്കിയപ്പോ അപ്പന്റെ കാലത്ത് കുഴിച്ച കിണറുകളെ ഫെലിസ്ത്യൻ മണ്ണിട്ട് മൂടിയിരിക്കുക. ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, പിതാക്കന്മാരുടെ ചില അവകാശങ്ങൾ ലഭിക്കപ്പെടേണ്ട തലമുറകൾ എവിടെയോ അവകാശങ്ങൾ ബന്ധിക്കപ്പെട്ട് കിടക്കുക. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന അവകാശങ്ങളുടെ കുരുക്കളെ ദൈവം അടിക്കട്ടെ. ഇസഹാക്ക് ചെന്ന് കുഴിക്കാൻ തുടങ്ങി. കുഴിക്കുന്നത് വരെ പ്രശ്നമില്ല, അധ്വാനിക്കുന്നത് വരെ പ്രശ്നമില്ല. ഉറവ കണ്ടു എന്ന് പറഞ്ഞപ്പോ ഫെലിസ്ത്യൻ വന്നിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ അവകാശമാണെന്ന്. നമ്മൾ അതിന് പറയുന്ന പേര് നന്മ കാണും അനുഭവിക്കാൻ പറ്റുന്നില്ലെന്ന്. ഇസഹാക്ക് ഒന്നും പറഞ്ഞില്ല. അവിടെ നിന്ന് മാറിയിട്ട് രണ്ടാമത്തെ കുഴി കുടിച്ചു. രണ്ടാമത്തെ സ്ഥലത്ത് ഉറവ കണ്ടപ്പോ ശത്രു വന്നിട്ട് പറഞ്ഞു, അത് ഞങ്ങളുടെ അവകാശമാണ്. ഇതിന്റെ പേരാണ് പിന്തുടരുന്ന പോരുകൾ. ഒരു സ്വത്രം പറഞ്ഞു.
നീ നന്മ അവകാശമാക്കാൻ കഴിയാതെ നിന്നെ പിന്തുടരുന്ന ചില പോരുകളെ ഇന്ന് രാത്രി ദൈവം അഴിക്കാൻ പോവുക. ജീസസ്, ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ മേഖലകളുടെ കുഴുക്കുകൾ ദൈവം അഴിക്കുക. സ്വത്രം 2 കിണറും കുഴിച്ചു വെള്ളം കണ്ടിട്ട് അനുഭവിക്കാൻ പറ്റിയില്ല. 3ാമത്തെ ഒരു സ്ഥലത്ത് എന്ന് കിണർ കുഴിച്ചു. ഞാൻ ഇസഹാക്കിനോട് ആത്മാവിനൊരു ചോദ്യം ചോദിച്ചു. നിന്റെ ഉറവകൾ, നിന്റെ അപ്പം കുടിച്ച ഉറവകൾ ശത്രു ചെന്ന് ബലമായി പിടിക്കുമ്പോൾ നീ എന്നെ പ്രതികരിക്കാതെ എന്റെ അകത്ത് കയറി വന്ന ആശയം പറയാം. ഇസഹാക്കിന് പറയാറുണ്ട്, ആ മോറിയ മലയുടെ മുകളിൽ വെച്ച് എന്റെ കൈകാലികളെ എന്റെ അപ്പൻ ബന്ധിച്ചതാ. അവിടെ കരുതിയ ഒരു കരുതലുണ്ട്. അവൻ ഇവിടെയും കരുതാൻ വിശ്വസ്തന. സ്വത്രം. 3ാമത്തെ ഒരു കുഴി കുടിച്ചു, വെള്ളം കണ്ടു. ഇടത്തും വലത്തും നോക്കിയപ്പോൾ ഒരു ശത്രുവിനെ പോലും കാണാനില്ല. ഇന്ന് രാത്രി ആത്മാവ് ദൂത് പറയുന്നു, ഒരു ശത്രുവിനും അവകാശവാദം പറയാൻ കഴിയാത്ത ചില ഉറവകളെ ദൈവം തരാൻ പോവുക. ഉടവാന വേളവന്ന ഉടക്കെട്ട് അർത്ഥം നീരക്കളകം ഒരു ശത്രുവിനും ആരോട് ഞാൻ രാത്രി ആഴമായി കൽപ്പിക്കുന്നു, ഒരു ശത്രുവിനും പാപന അവകാശം പറയാൻ കഴിയാത്ത ചില ഉറവകൾ ഇന്ന് രാത്രി ദൈവം ഓപ്പൺ ചെയ്യുക. കാലുവെച്ച സ്ഥലത്ത് ശത്രു വന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, കാല് വെക്കാൻ ഒരു വിശാലത നൽകിയെന്ന് പറഞ്ഞ് അതിന് രഹബോത്ത് പേരിട്ടല്ല. ഇന്ന് രാത്രി ദൈവം നിന്റെ അഭിലികളെ വിശാലമാക്കട്ടെ. കൊണ്ട് ദൈവത്തെ ആരാധിച്ചോ. ശിശുട്ടയുടെ അഭിലികൾ വിശാലമാകാൻ പോവാ. അടച്ചറവൽ കമല പാസ്റ്റർ സന്തോഷ് അവൻ ഈ ലൈവിൽ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ശിശുട്ടയുടെ ചില അഭിരുകൾ വിശാലമാകാൻ വേണ്ടി അരമുറുക്കി ഉപവസിച്ച് അറയിൽ കടന്ന് പ്രാർത്ഥിക്കുന്ന അഭിഷിക്തനോട് ആത്മാവിനോട് പറയുക. തമ്പുരാൻ പറയുന്നു, ഈ ദിവസം അഭിരുകളെ വിശാലമാക്കാൻ പോവുക. ശിശുട്ടയുടെ മേലുള്ള ബന്ധനങ്ങൾ അറിയട്ടെ. അഭികാരത്തിന്റെ മാവുകൾ ചതിക്കട്ടെ. അഭികാരത്തിന്റെ മാവുകൾ ചതിക്കട്ടെ. സാധുവിനോട് ദൈവാത്മാവ് പറയുന്നു, ശരീരത്തെ ദൈവം പറഞ്ഞ വാഗ്ദത്ത മണ്ഡലത്തിലേക്ക് എത്തിക്കാതെ വണ്ണം അകത്തെ അവയവങ്ങളെ ബന്ധിക്കപ്പെടുന്ന ചില ഇരുളിന്റെ വ്യാപാര മണ്ഡലങ്ങൾ മല്ലുപിടിക്കുന്നത് ദൈവാത്മാവ് കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ദൂരിനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ യുടെ മണ്ണിൽ, തൂവയുടെ മണ്ണിൽ ആ കെട്ടുകൾ ദൈവം അടിക്കട്ടെ. ശമനകൾ കവാലകറ്റസി ശരീരത്തെ ബന്ധിക്കുന്ന, പ്രാർത്ഥിക്കാൻ അനുവദിക്കാതെ, ആരാധിക്കാൻ അനുവദിക്കാതെ, ശരീരത്തിന് ക്ഷീണമിട്ട് ഒടുക്കിക്കളയാൻ വ്യാപരിക്കപ്പെടുന്ന പോരുകൾ ദൈവാത്മാവ് അടിക്കട്ടെ. കത്തിവെപ്പിക്കാൻ നോക്കുന്ന ഒരു പോര് ശരീരത്തിലുണ്ട്. ചോർത്തിക്കളയാൻ വ്യാപരിക്കപ്പെടുന്ന ഒരു വ്യാപാര മണ്ഡലം അതിന്റെ അകത്ത് ഇന്ന് രാത്രി പ്രാർത്ഥിച്ചാൽ തമ്പുരാൻ അവന്റെ മേൽ ഒരു വിടുതലിനെ അയക്കാൻ തുടങ്ങുക. ഒരുമിച്ച് ജനമൊന്ന് ആരാധിക്കട്ടെ. ഈ ദൂര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കുരുക്കൊന്ന് അടിയട്ടെ, ആ പോരുകളൊന്ന് അടിയട്ടെ, ആ ശരീരത്തിന്റെ കെട്ടുകളൊന്ന് അടിയട്ടെ. ശിംസോ ഒന്ന് കുറഞ്ഞപ്പോ അവനെ ബന്ധിച്ച അടിഞ്ഞ പോലെ
യേശുവിന്റെ നാമത്തിൽ അത് വെളിപ്പെട്ടു വരട്ടെ. വിശാലമാക്കുന്ന സ്വതന്ത്രം. നിങ്ങൾക്കറിയുന്ന ഒരു വാക്യമാണ് 4-ാം സങ്കീർത്തനം 1-ാം വാക്യം. വായിക്കണ്ട. ഞാൻ ഞെരുക്കത്തിലായിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ദാവീദ് ഈ വാക്യം പറയപ്പെടുന്നതിന്റെ പിന്നിൽ ഒരു പശ്ചാത്തലമുണ്ട്. രാജാക്കന്മാരുടെ പുസ്തകം, ദിനവൃത്താന്ത പുസ്തകം നിങ്ങൾ വായിക്കണം. ആവർത്തിച്ചു പറഞ്ഞൊരു പദമുണ്ട്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി എന്നെ എന്റെ കുടുംബത്തെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എന്റെ കുടുംബവും എത്തുള്ളൂ. അത് പറയാനൊരു സാഹചര്യമുണ്ട്. ചരിത്രത്തിൽ പദം ലോകത്തിന്റെ കേന്ദ്രസ്ഥാനമായ യെരൂശലേമിൽ ഇസ്രായേലിന്റെ 2ാം രാജാവായി ഭരണം നടത്തുന്ന കാലഘട്ടം. ആ സിംഹാസനത്തിന്റെ പുറകിൽ ഒരു റൂമുണ്ട്. ആ റൂമിന്റെ അകത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ടേ ദാവീദ് സിംഹാസനത്തിൽ വന്നിരിക്കത്തുള്ളൂ. ആ റൂമിന്റെ അകത്ത് കയറുമ്പോൾ മുട്ടുകുത്തി സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ അടയ്ക്കപ്പെട്ട ഒരു പെട്ടിയുണ്ട്. ആ പെട്ടിയുടെ അകത്ത് ആമെ തുറക്കുമ്പോൾ കാണുന്നത് പണ്ട് ഉപയോഗിച്ചൊരു കിന്നരം, ആടിനെ വെച്ച ഒരു വടി, ആമെ കവണയും കല്ലും എല്ലാം അതിന്റെ അകത്തിരിക്കുന്നുണ്ട്. എന്നിട്ട് അത് ദൈവത്തിലേക്ക് ഉയർത്തിയിട്ട് അവൻ ദൈവത്തോട് പറയുന്ന ഒരു പദമാ, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുക ഞാനും എന്റെ കുടുംബവും എന്തുള്ളൂ. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചോ, നിന്റെ അതിരുകളെ അവൻ വിശാലമാക്കാൻ പോവുക. ഈ അതിര് വിശാലമാകാൻ അല്പം റിസ്ക് ഉണ്ട്. വില കൊടുക്കാത്ത ഒരുത്തന്റെ അതിരുകളും വിശാലമാകത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഈ പ്രവാചക ശിഷ്യന്മാര് താമസിക്കുന്ന സ്ഥലം ഭയങ്കര എടുക്കുക. ശിഷ്യന്മാര് പറഞ്ഞു, ഞങ്ങൾ അതിലൊന്ന് വിശാലമാകാൻ യോർദാന്റെ തീരം വരെ ചെന്നൊന്ന് മരം വെട്ടിയിട്ട് വരാം. സ്വത്രം ഇതിന്റെ അകത്ത് സഭയുടെ വരൾച്ച കണ്ടിട്ട് വിശാലമാകാൻ കൊതിക്കുന്ന ജനമുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, യോർദാന്റെ തീരത്ത് നിൽക്കുന്ന ചില വമ്പൻ വൃക്ഷങ്ങളെ അകത്തു ആയുധമായിട്ട് കോടാരിയുമായിട്ട് യോർദാന്റെ തീരത്തേക്ക് പോവുക. യോർദാന്റെ തീരത്ത് നിൽക്കുകയല്ലേ, വെട്ടിക്കൊണ്ടിരിക്കുമ്പോ ഒരുത്തന്റെ കോടാരി ഊരി വെള്ളത്തിൽ പോയി. ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർക്കാരെ ജനസ്ഥലത്ത് ശുശ്രൂഷിച്ചാലൊന്നും ഏക്കത്തില്ല. കോടാരി വെട്ടുമ്പോ തിരിച്ചത് വരും. ഒരുത്തന്റെ കോടാരി ഊരി വെള്ളത്തിൽ പോയി. അവൻ ഓടിച്ചെന്ന് ഏലിശയോട് പറഞ്ഞു, അത് കടം മേടിച്ചതായിരുന്നു. ഏലിശ പറഞ്ഞ മറുപടി കേട്ടോ, പോയ സ്ഥലം പറയാമെങ്കിൽ ഇന്ന് രാത്രി അതിനെ മടക്കി തരാം. പ്രാർത്ഥിച്ചോ. നഷ്ടപ്പെട്ട അഭിഷേകം, നഷ്ടപ്പെട്ട വെളിപ്പാട്, നഷ്ടപ്പെട്ട കൃപാവരങ്ങൾ ഈ ആദ്യം ദൈവം തിരിച്ചു തരാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ട ചില ആയുധങ്ങൾ, നഷ്ടപ്പെട്ട ചില ശിശുക്കൾ, നഷ്ടപ്പെട്ട വിഷയത്തിന്റെ അനുഭവങ്ങളെ എന്റെ ദൈവം തിരിച്ചു തരാൻ പോവാ. ജീസസ്. അതിരുകളെ വിശാലമാക്കുമ്പോൾ ചിലപ്പോൾ അല്പം റിസ്ക് സഹിക്കേണ്ടി വരും. ഇന്ന് രാത്രി ദൈവത്തോളം ഹൃദയംഗമായി നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആഴമായി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആമേ, എബ്രേസ് പ്രാർത്ഥിച്ചതുപോലെ നീ നിശ്ചയമായി എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകളെ ഒന്ന് വിശാലമാക്കിയെങ്കിൽ കൊള്ളാമായിരുന്നു.
ദൈവം അതിരുകളെ വിശാലമാക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ ദൂത് പറയുമ്പോ ചില മേഖലകളെ അത് സംഭവിക്കുക, ശിശൂചകന്മാരെ അത് സംഭവിക്കുക, സഭകളെ അത് സംഭവിക്കുക, വരച്ചവരുടെ മണ്ഡലങ്ങൾ ദൈവം മാറ്റിയിട്ട് അതിരുകളുടെ വിശാലത വെളിപ്പെടുകയാണ്. ഇന്ന് രാത്രി വിശ്വസിച്ചോ, മരുഭൂമി കൊണ്ട് നീ അവസാനിക്കത്തില്ല. അതിന്റെ അപ്പുറത്ത് ദൈവം ഒരു ഹോരേബ് ഒരുക്കാൻ പോവുകയാണ്. സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് രണ്ട് ആശയങ്ങൾ വിട്ടിട്ട് പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് ഞാൻ കൊണ്ടുപോവുകയാണ്. നാം 2-3 ആശയം വിടുന്നു. 4ാമത്തെ ആശയം, ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ കാണട്ടെ. ശിശൂതയുടെ അന്തരീക്ഷത്തിന്റെ അകത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഉപവസിക്കുന്ന ദൈവമക്കളെ, ആരൊക്കെയോ ഇതിന്റെ അകത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, ഇന്നു വരെ കാണാത്ത ചില വലിയ കാഴ്ചകളെ ഞങ്ങളെ കാണിക്കാതെ സ്വർഗം ഇന്ന് രാത്രി പറയുന്നു, ഇന്നു വരെ കാണാത്ത ചില വലിയ കാഴ്ചകൾ നിങ്ങൾ കാണാൻ പോവുക. വിശ്വസിക്കുന്ന എത്ര പേര് ഇതിന്റെ അകത്തുണ്ട്? ഇന്നു വരെ കാണാത്ത വലിയ ചില കാഴ്ചകൾ ദൈവം കാണിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്നു വരെ കാണാത്ത ചില വലിയ കാഴ്ചകൾ യേശുവിന്റെ നാമത്തിൽ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ സംഭവിക്കട്ടെ. വിനോദൊക്കെ ചെറിയാനെന്ന് പറയുന്ന ഒരു ദൈവദാസൻ എന്നെ വീക്ഷിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു, ഇന്നു വരെ കാണാത്ത ചില വലിയ കാഴ്ചകളെ എന്റെ ദൈവമിനെ കാണിപ്പിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കുടുംബങ്ങളിൽ അത് സംഭവിക്കട്ടെ. തലമുറകളിൽ അത് സംഭവിക്കട്ടെ. ഇന്നു വരെ കാണാത്ത ചില വലിയ കാഴ്ചകൾ സാധിച്ച ദൈവാത്മാവ് നമ്മെ കാണിക്കാൻ പോകുകയാണ്. തലയും കാലും എണ്ണയുടെ അകത്ത് മുന്നില ഒരഭിഷേകത്തിന്റെ തലത്തിൽ ഇന്ന് രാത്രി ഈ വർഷം ദൈവാത്മാവ് ശൈതാനുള്ള ബന്ധത്തിലെ ദൈവാത്മാവ് ദൂത് പറയുന്നത്. ചർച്ചിന്റെ അകത്ത് കാലുകുത്തപ്പെടുമ്പോൾ ആത്മാവ് പറയുന്നു അദ്ദേഹത്തിന്റെ തലം ചലിക്കപ്പെടുന്നത്. ആത്മാവിൽ ദൈവദാസൻ കാണാൻ പോവുക. കൂടാവാത വേറെപ്പടല ഹമ്പലഘട്ടം, കൂടാവാത വേറെക്കാല ഭീലഘട്ടം, കൂടാവാത ഭീലപ്രവല യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യോഹന്നാനെ പ്രാർത്ഥിച്ചോ. തലമുറക്ക് വരുന്ന കരുതലുകള് ഞാൻ ഈ ദൂത് പറയുമ്പോ 2022 കൊണ്ടുവരാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഇന്നു വരെ കാണാത്ത വലിയ ചില കാഴ്ച നമ്മുടെ യേശുവിന്റെ കാലത്ത് കഫർന്നഹൂമിൽ യേശു ഉണ്ടെന്ന് അറിഞ്ഞപ്പോ 4 ആളുകൾ ഒരു പക്ഷപാത രോഗിയെ ചുമന്നു കൊണ്ടുവരിക. കൊണ്ടുവന്നപ്പോ ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത ആളുകൾ ഇങ്ങനെ തിക്കിത്തരത്തില്ല. നമ്മളാണെങ്കിൽ പറഞ്ഞത് ഇന്ന് വേണ്ട നാളെ വരെ കൊണ്ടുവരാമോ. എല്ലാവരും നോക്കി നിൽക്കുമ്പോ ഇവർ ചെയ്യുന്ന പരിപാടി ഈ 4 ആളും ചേർന്ന് വീടിന്റെ മേൽക്കൂര ഒഴിച്ചിട്ട് തൂപ്പടി പോലെ
നടക്കുക. നിങ്ങൾ നോക്കിക്കേ, ഒരു ശവപ്പെട്ടി കുഴിയിലോട്ട് ഇറക്കാൻ പോലും അറിയാത്ത ആളുകളാണ് നമ്മൾ. ശവപ്പെട്ടിയൊക്കെ കുഴിയിലോട്ട് വെക്കുമ്പോ എത്ര ആളുകൾ അതിന് കയറ് വിട്ടുപോയിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ 4 ആളെ പക്ഷപാത രോഗിയെ ഈ വീടിന്റെ മേൽപ്പുര പൊടിച്ചിട്ട് താഴോട്ട് ഇറക്കുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടേ. തുപ്പട്ടി പോലെ താഴോട്ട് യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവരിക. യേശു കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കാം. അവൻ എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കും. നിങ്ങൾ മാർക്കോസും ലൂക്കോസും വായിക്കണം. അപൂർവമായ കാഴ്ചകളല്ലോ നമ്മൾ കണ്ടത്. നിങ്ങൾ വിശ്വസിച്ചോ? ഈ 2022 തമ്പുരാൻ വരാൻ താമസമെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ ചില കാഴ്ചകൾക്ക് ദൈവം നിങ്ങളെ ഒരുക്കാൻ പോവുക. ഇന്നു വരെ വീഡിയോ ഓഫ് ചെയ്തിട്ട് സംസാരിച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിരിക്കും. വിജയ് പാസ്റ്ററെ, വീഡിയോ ഓഫ് ചെയ്തിട്ട് പാസ്റ്റർ സംസാരിച്ചു, പിന്നീട് നമുക്ക് വീഡിയോ വരാം. ഇല്ല, സംസാരം ക്ലിയർ ആകുന്നില്ല. ഓക്കെ ഓക്കെ. ഇന്ന് യാതൊരു വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ അന്തരീക്ഷങ്ങൾക്ക് മാറ്റം വരുന്നു. എല്ലാ കണ്ണുകളും അടയ്ക്കും. ഇന്നു വരെ കാണാത്ത ചില ദൈവ പ്രവൃത്തി ദൈവം നമ്മളെ കാണിക്കാൻ പോകുകയാണ്. 2022 ആവയിൽ കടന്ന് വാവിലടച്ച് രഹസ്യം കാണുന്നു. അഭിഷിക്തന്മാരോട് ദൈവാത്മാവ് ദൂത് പറയുന്നേ, ഇന്നു വരെ കാണാത്ത ചില കാഴ്ചകൾ ദൈവാത്മാവ് കാണിക്കാൻ പോകുകയാണ്. സഭയുടെ അഭിരുചികൾ വിശാലമാകാൻ വേണ്ടി ആഴത്തിൽ പ്രാർത്ഥിക്കുന്ന ചിലത് ഇതിന്റെ അകത്തുണ്ട്. ദൈവദാസന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ റിസൾട്ടുകൾ നിങ്ങളുടെ കൂടാരത്തിന്റെ അകത്തും സഭയുടെ അകത്തും ദൈവം വെളിപ്പെടുത്താൻ പോവുക. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ശാന്തന റികൽക്കമാനകത്ത് തുർവല ഘടകം സമ്പലാകൽക്കമ. എല്ലാവരും ചില നിമിഷങ്ങൾ പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ ഒരു ഹോരേവ് നമ്മുടെ വീട്ടിൽ വെളിപ്പെട്ടു വരട്ടെ, നമ്മുടെ സഭയിൽ വെളിപ്പെട്ടു വരട്ടെ, നമ്മുടെ കൂടാരങ്ങളുടെ അകത്ത് വെളിപ്പെട്ടു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ചൂടാരാമാനവ ശമ്പന നികൽക്കമാന അർത്ഥമാനകൽക്കമാനകത്ത അന്ധന വേദന ചുടിയ മാനപ്രഭാവക ലാഖമാന വൈസസി. യേശുവിന്റെ നാമത്തിൽ ദൂതകരെ ചതിക്കട്ടെ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ 4 വരികളും അറിഞ്ഞ് ജോലി വിഷയത്തിന്റെ അകത്ത് ഭാരപ്പെടുന്ന ചിലതിനെ ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരാൻ പോവുക. എവിടെയോ ചില ഡെലിവറൻസ് നടക്കുന്നത് ദൈവനെ കാണിക്കുന്നു. ആരോടും പറയാതെ വായടച്ച് ഹൃദയത്തിന്റെ അകത്ത് ഭാരം തിങ്ങി കൂടാരത്തിന്റെ അകത്ത് നിലവിളിക്കുന്ന ചിലതിനോട് ദൈവം പറയുന്നു, യേശുവിന്റെ നാമത്തിൽ കടത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച് ജോലിക്ക് വേണ്ടുന്ന ഒരു വഴി ഈ ആണ്ട് ദൈവം ഓപ്പണാക്കാൻ പോവുക. ഒന്ന് ദൈവത്തെ ആരാധിച്ച് ആ ഗുരു ദൈവം ഒന്ന് പൊട്ടിക്കട്ടെ. അറയിലിരിക്കുന്നവരെ പുറത്തു കൊണ്ടുവരട്ടെ. യേശുവിന്റെ നാമത്തിൽ വാതിലുകൾ ഓപ്പണാകട്ടെ. അപൂർവമായ ചില കാഴ്ചകൾ വെളിപ്പെടട്ടെ.
ആ മണ്ണിന്റെ അകത്ത് നിന്ന് നൃത്തത്തിലെന്ന് ബോധിക്കുന്ന വ്യാപാര ശക്തികളുടെ പോരുകളെ ദൈവം അടിച്ചു വിട്ടിട്ട് ഈ ആണ്ടതിന്റെ തലയെ ശത്രുക്കൾ നടുവിൽ എണ്ണ കൊണ്ട് ദൈവം അഭിഷേകം ചെയ്യാൻ പോവുക. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അബിരികളുടെ വിശാലത വെളിപ്പെടാനൊന്ന് പ്രാർത്ഥിച്ച് ഇന്നു വരെ കാണാത്ത ദൈവപ്രവൃത്തികൾ കാണാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഈ രാത്രി ഞാൻ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കും, അത് വെളിപ്പെട്ടു വരട്ടെ. ഈ ജനത്തിന് വേണ്ടി ആത്മനിയോഗത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സൂം മീറ്റിംഗിന്റെ അകത്ത് സംബന്ധിക്കപ്പെടുന്ന ജനത്തിന്റെ മേൽ ഒരു ദൈവശക്തി വ്യാപരിച്ച് ഇരുളിന്റെ വ്യാപാര മണ്ഡലങ്ങളെ അടിച്ച് ഇന്ന് വരെ കാണാത്ത ഒരു വിശാലത ഓപ്പണായി വരട്ടെ. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവം അത് ചെയ്യുന്നതിനായി സ്തോത്രം. സഭക്കാരുടെ മുമ്പിൽ, ദേശക്കാരുടെ മുമ്പിൽ മാനിച്ച് തല ഉയർത്താൻ പോകുന്നതിനായി സ്തോത്രം. ഈ ജനത്തെ അഭിഷിക്തന്മാരെ ആത്മാവിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവിന്, യേശു രക്ഷകന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങളോട് ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ചായിരിക്കാനും ശുശ്രൂഷിപ്പാനും ഇങ്ങനൊരു അവസരം എനിക്ക് ഒരുക്കി തന്ന ഇതിന് പിന്നിലെ സംഘാടകർക്ക് എനിക്കുള്ള നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വീഡിയോയിൽ വരാം, വീഡിയോയിൽ വന്നാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന്റെ മഹത്വം. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അടച്ച് പ്രാർത്ഥിക്കുവാനും അതുപോലെ മനോഹരമായ ഗാനങ്ങൾ കർത്താവിന്റെ ദാസന്മാരുടെ നേതൃത്വത്തിൽ പാടി ആരാധിപ്പാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവ് നമ്മെ സഹായിച്ചു. അനന്തരം കർത്താവിന്റെ വചനങ്ങളും ആലോചനകളും ആമേൻ നമുക്ക് ലഭിപ്പാനിടയായി തീർന്നു. സ്തോത്രം. വളരെ ശക്തിയോടെ കർത്താവിന്റെ ദാസനെ കർത്താവ് ഉപയോഗിച്ചല്ലോ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നിശ്ചയമായിട്ടും നാം ഈ രാത്രി വേളകളിൽ സമയം ചെലവഴിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആത്മീയ അനുഗ്രഹത്തിന്, ഭൗതിക നന്മയ്ക്ക് അത് കാരണമായി തീരും. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസന്മാരോടുള്ള ബന്ധത്തിൽ നമ്മുടെ ശുശ്രൂഷകൾക്ക് അതിര് വിശാലമാകത്തക്കതുപോലെ ശുശ്രൂഷകളുടെ അതിരുകളെ കർത്താവ് വിശാലമാക്കാൻ ഇടയായി തീരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് മാത്രമല്ല നന്മകളോടുള്ള ബന്ധത്തിലും അതിരുകളെ വിശാലമാക്കുന്ന ദൈവമാണ്. എബ്രേസിന്റെ അതിനെ വിശാലമാക്കിയ ദൈവം, പ്രവാചക ശിഷ്യന്മാരുടെ അതിനെ വിശാലമാക്കിയ ദൈവം. യെശയ്യാ 54 നാം വായിക്കുന്നത് പോലെ കൂടാരത്തിന്റെ കുറ്റികളെ, കയറുകളെ അറുത്ത് കുറ്റികളെ നീട്ടി ആമേൻ വിശാലത വരുത്തുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഇതുവരെ കാണാത്ത ചില കാഴ്ചകൾ, വെളിപ്പാടുകൾ, ദർശനങ്ങൾ, സ്വപ്നങ്ങൾ ദൈവം നമ്മെ ഈ ദിവസങ്ങളിൽ കാണിക്കും. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദൈവകരങ്ങളിൽ വളരെ ശക്തിയോടെ ഉപയോഗപ്പെടാൻ കർത്താവിന്റെ ആത്മാവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഈ കോവിഡ് കാലം കഴിഞ്ഞു വരുമ്പോൾ ആത്മീയമായ മൂർച്ച കൂടിയവരായി ശുശ്രൂഷകളിൽ, പ്രാർത്ഥനകളിൽ, ആത്മീയ അനുഭവങ്ങളിൽ എല്ലാവരും തികവുള്ളവരായി, തിറവുള്ളവരായി വെളിപ്പെട്ടവരാ ദൈവം ഇടയാക്കും. അപ്പോൾ തന്നെ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ വളരെ ഫലവത്തായി തീരാനിടയാകും. ഇന്ന് പ്രഭാതത്തിലും ഞങ്ങൾ ഉപവസിച്ച് ദൈവദാസന്മാർക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. മിക്ക തിങ്കളാഴ്ച ദിവസങ്ങളിലും നിങ്ങളെ ഓർത്ത് ഈ സൂമിൽ വരുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. വിശേഷിച്ചെന്ന് പുതുതായി വന്നിട്ടുള്ള കർത്താവിന്റെ ദാസന്മാരെ, ദൈവമക്കളെ വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. വളരെ ഐശ്വര്യമായ ദൈവത്തിന്റെ വചനവും ആലോചനകൾ ശുശ്രൂഷിച്ച പാട്ടുകൾ പാടി നമ്മെ സഹായിച്ച കർത്താവിന്റെ ദാസൻ ജയലാലി പാസ്റ്റർ, സണ്ണി ബ്രദർ, ഹല്ലേലൂയ, വിജയ് പാസ്റ്റർ, എല്ലാവരെയും ഓർത്ത് വിശേഷാൽ കർത്താവിന് മഹത്വം കരയറ്റുന്നു. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. എല്ലാവരും ഒന്ന് ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, യേശുവിന് മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിച്ച യോഗം അവസാനിപ്പിക്കാം. കർത്താവിന്റെ ദാസൻ ബാംഗ്ലൂരിൽ നിന്ന് ഷാജി ഇടിക്കള പാസ്റ്റർ പ്രാർത്ഥിക്കുകയും ബഹുമാനമുള്ള പ്രിയ TJ രാജൻ സാർ ആശീർവാദം പറഞ്ഞ് ആമേൻ യോഗം അവസാനിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകും ഞങ്ങളുടെ ദൈവമേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു.
ഇന്ന് രാത്രിയിൽ അങ്ങയുടെ ദാസൻ കൂടെ ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠകരമായിരിക്കുന്ന ദൈവവചനത്തിനായി ദൂതുകൾക്കായി സ്തോത്രം. ഇന്നുവരെ കാണാത്തൊരു ദൈവപ്രവൃത്തി വിടുതലുകൾ ആഴങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. ആത്മീയ തലത്തിലും ഭൗതിക മണ്ഡലത്തിലും ശരീരത്തിലും ദൈവമേ കർത്താവെ വെളിപ്പെട്ട് ദൈവജനത്തിന് അനുഗ്രഹവും വിടുതലും ദൈവസഭയ്ക്കും ദൈവദാസന്മാരുടെ ശുശ്രൂഷകളിലും വലിയ മാറ്റങ്ങൾ വരുന്നത് കൊണ്ട് സ്തോത്രം. ഞാൻ ഗായോസിനോട് പറയുന്നത് പോലെ നീ ആത്മാവിൽ സുഖമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖമായും ഇരിക്കുകയാണ് എന്നുള്ളതുപോലെ ദൈവം ഒരു ദൈവപ്രവൃത്തി പ്രാർത്ഥനയിൽ കൂടെ ഇതിൽ സംബന്ധിക്കുന്ന കുടുംബങ്ങൾക്ക്, വ്യക്തികൾക്ക്, ദൈവസഭകൾക്ക്, ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾക്ക്, അവരുടെ തലമുറകൾക്ക് ദൈവം വെളിപ്പെടുത്താൻ പോകുന്നത് കൊണ്ട് നന്ദിയോടെ അങ്ങേ സ്തുതിക്കുകയാണ്. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ ദാസൻ പാസ്റ്റർ ജോസ് ദേവലക്കരയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ ദാസനെയും ഓർക്കണം, ആയിരിക്കുന്നിടത്ത് എന്റെ ദൈവം പരിപാലിക്കണം. ശുശ്രൂഷിച്ച കർത്താവ് ഞങ്ങളുടെ അഭിഷിക്തദാസൻ ജോസഫിനായി സ്തോത്രം. രാത്രി ശക്തമായി ഉപയോഗിച്ചതുകൊണ്ട് സ്തോത്ര മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടെ സംബന്ധിച്ച എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ആമേൻ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സന്ദർഭവും ഇന്ന് രാത്രി വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോടും വചനം സംസാരിച്ച തന്റെ ദാസൻ പാസുവിജോയിയോടും ന്യൂമാ ഗോസ്ബൽ മിനിസ്ട്രിയോടും കൂടെ ഇപ്പോഴും കർത്താവിന്റെ ഓരോരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും പ്രത്യേകമായ വന്ദനം അറിയിക്കുന്നു. ഇന്ന് പുതുതായിട്ട് കയറിയ പ്രിയ മോളി തോമസ് സ്തോത്രം പഞ്ചാബിൽ നിന്നുള്ള ആന്റിയെ വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ കർത്തദാസന്മാർക്കും ദൈവ മക്കൾക്കും വിശേഷാലുള്ള വന്ദനം ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ചിലർക്ക് സൗഖ്യമില്ലാത്തവരായി നമ്മുടെ ഡിവൈസിലുണ്ട്. ആരംഭ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പാസ്റ്റർ വിജോയ് എവിടാ ശുശ്രൂഷിക്കുന്നത്? വിജയ് പാസ്റ്റർ ഇപ്പൊ സഭാചാർജ് ഇല്ല. നേരത്തെ സഭാചാർജ് ഉണ്ടായിരുന്നു. ഇപ്പൊ ശുശ്രൂഷയിലാണ് കർത്താവിന്റെ ദാസൻ. എവിടെയാ സ്വദേശം? എവിടെയാ? തൃശ്ശൂരാണ്. തൃശ്ശൂര്. ജോസും കുടുംബമൊക്കെ സുഖമായിരിക്കുന്നല്ലോ? സുഖമായിരിക്കുന്നല്ലോ. സുഖമായിരിക്കും. ജയലാൽ ഇവിടെ ഉണ്ടായിരുന്നോ? ജയലാൽ നാട്ടിലുണ്ടോ ഇപ്പോ? നാട്ടിലല്ല, ദുബായിലാണ്. ജോസ് പാസ്റ്റർ ദുബായിലാ. ഓഹോ, ദുബായ്. ജോസ് ദുബായിലാന്നോ ഇപ്പോഴേ? എന്ന് പോയി? ഞാൻ ഒരു 3 ആഴ്ചയായി സാറേ വന്നിട്ട്. ജയലാലിന്റെ മമ്മി സുഖമായിരിക്കുന്നോ? അമ്മ ഇതിനകത്ത് കയറാറുണ്ട്, നേരത്തെ ഉണ്ടായിരുന്നു. ഞാൻ കാണാറുണ്ട്, പല മീറ്റിങ്ങിന് കാണാറുണ്ട്. സാറ് ക്ഷേമമായിരിക്കുന്നോ? കൃപയാൽ. ഞാനിപ്പോ മക്കളുടെ കൂടെ അമേരിക്കയിൽ വന്നേ 2 മാസത്തേക്ക്. കണ്ടത് വളരെ സന്തോഷം. ജയലാൽ വർഷങ്ങൾക്ക് മുമ്പ് ജയലാലിന്റെ വീട്ടിലൊക്കെ വന്ന ഓർമ്മയുണ്ടല്ലോ. പല മീറ്റിങ്ങിനും കാണാറുണ്ട് ഞാൻ. ഓർക്കാറുണ്ട്. നിങ്ങളെ ഓർത്താട്ടെ. താങ്ക് യു സാറേ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം, സ്തോത്രം. സന്തോഷ് പാസ്റ്റർ, വിനോദ് പാസ്റ്റർ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ? സന്തോഷമായിട്ടിരിക്കുന്നു. സിപ്പിൾ പാസ്റ്റർ ആന്റിയൊക്കെ സുഖമായിരിക്കുന്നല്ലോ? വർഗീസ് ജോൺ, പ്രൈസ് ദി ലോർഡ്. ജമീമ വീഡിയോ വരാൻ ഒക്കത്തില്ലേ? എന്നെ അറിയാവോ? വൈ ജോസഫ് അല്ലല്ല, പാസ്റ്റർ ഡിസൈപ്പിൾ എന്നുള്ള ഡിവൈസില് ശോഭയാ, സിൽവാനോ സാറിന്റെ 2ാമത്തെ മകള്. എവിടുത്തെയാ? കന്യാകുളങ്ങര. കന്യാകുളങ്ങരയല്ലേ? പ്രസാദ് പാസ്റ്റർ അറിയാവോ? പ്രസാദിന്റെ പിന്നെ 2ാമത്തെ സഹോദരി.
മോളെവിടെ ഇപ്പം? ഞങ്ങളിപ്പോ മസ്കറ്റിലുണ്ട് സാറേ. മസ്കറ്റിലുണ്ട്. പിന്നെ പപ്പായും മമ്മിയൊക്കെ എനിക്ക് നല്ല ഓർമ്മയല്ലേ? സിൽവാനോ സാറ്, അതെ. നിങ്ങളല്ലേ അവിടെ ആ പ്രോപ്പർട്ടിയൊക്കെ കന്യാകുളങ്ങരയ്ക്ക് കൊടുത്തതും അതെ. പപ്പായൊക്കെ? എനിക്ക് നല്ല ഓർമ്മയുണ്ട്.